നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈഫിൽ ചില മര്യാദകൾ വേണ്ടേ? ലൈഫ് മിഷനും UAE റെഡ് ക്രസൻറ്റും തമ്മിലുള്ള ധാരണാപത്രത്തെ ചൊല്ലിയുള്ള വിവാദം കൊഴുക്കുന്നു. കരാറിൽ സർക്കാർ എങ്ങനെ ഭാഗഭാക്കായെന്ന് ഇൻവെർട്ടർ കോമ നടുക്കുന്ന ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ. 10 ദിവസം മുമ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ട ധാരണാപത്രം ഇന്ന് പല മാധ്യമങ്ങൾക്കും എക്സ്ക്ലൂസീവ്. റെഡ് ക്രസൻറ്റിനെ കുറിച്ച് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ അവർ തമസ്കരിക്കുകയും ചെയ്തു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, മുതിർന്ന കോൺഗ്രസ് നേതാവ് AA ഷുക്കൂർ, BJP വക്താവ് C ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ എൻ്റെ സ്നേഹിതനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ജേക്കബ് ജോർജ്. ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും എന്താണ് ഈ ചർച്ച ഊന്നുന്ന ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. ലൈഫ് കരാർ ഇനി എത്ര വളച്ചൊടിക്കലിന് വിധേയമാകും? സംസ്ഥാന ഭരണകർത്താവ് പറയുന്നത് ഇത്രയേറെ വളച്ചൊടിക്കാൻ കഴിയുമോ? വ്യക്തികളുടെ ദുഷ്ചെയ്തികൾക്ക് വ്യവസ്ഥാപിത സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്താൻ കഴിയുമോ? ഈ വിവാദങ്ങളുടെയൊക്കെ ബാക്കി പത്രം എന്തായിത്തീരും? ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും നമ്മോടൊപ്പം ചേർന്ന പ്രേക്ഷകർക്ക് ഇന്നത്തെ തലവാചകങ്ങൾ കൂടി പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് 2333 പേർക്ക് കോവിഡ്. പ്രതിദിന രോഗബാധ 2000 കടക്കുന്നത് ഇതാദ്യം. സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് 2151 പേർക്ക്. 1217 പേർക്ക് ഇന്ന് രോഗമുക്തി. കേരളത്തിൻ്റെ എതിർപ്പ് അവഗണിച്ച് തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെ 6 വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം അനുമതി നൽകി. തിരുവനന്തപുരം വിമാനത്താവളം 50 വർഷത്തേക്ക് അദാനി ഗ്രൂപ്പിന് തന്നെ നൽകും. കോൺഗ്രസ് രാഷ്ട്രീയം. ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി. പാർട്ടിക്ക് സ്ഥിരം അധ്യക്ഷൻ വേണമെന്നും പ്രിയങ്ക. അധ്യക്ഷ സ്ഥാനത്തേക്കില്ലെന്ന് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. ഇതൊക്കെയാണ് ഇന്നത്തെ തലവാചകങ്ങൾ. ഡോക്ടർ തോമസ് ഐസക്, താങ്കൾ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ലൈഫ്, അതിൽ ചില മര്യാദകൾ വേണ്ടേ? ഇൻവെർട്ടർ കോമ. ആ മര്യാദയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ചർച്ച. അതേസമയം ഷുക്കൂറിന് പല കാര്യങ്ങളും പറയാനുണ്ട്. നമ്മളോടൊപ്പം ചേരാൻ പോകുന്ന ശിവൻകുട്ടിക്ക് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഈ ആക്ഷേപങ്ങൾക്കും പരാതികൾക്കും ഒക്കെ നടുവിൽ അതിനിടയിലും ചില മര്യാദകൾ വേണ്ടേ എന്നാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്, ചോദിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? രാഷ്ട്രീയത്തിൽ വിവാദങ്ങളൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ വിവാദമൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഗുണമുള്ള കാര്യങ്ങൾ അത് സംരക്ഷിക്കാനുള്ളൊരു ജാഗ്രത എല്ലാവർക്കും വേണം. ലൈഫ് ഇപ്പോൾ ഈ 3ാം ഘട്ടത്തിൽ കേരളത്തിൽ ഒരു കാലത്തും ചെയ്യാത്തൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഭൂമിയില്ലാത്തവർക്ക് നമ്മൾക്ക് നേരത്തെ ഒരു 3 സെൻറ്റ് വാങ്ങാനുള്ള വില അത് തന്നെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 1 ലക്ഷത്തിൽ കൂടുതൽ പാടില്ല. പിന്നെ വീട് വെക്കാൻ 2 ലക്ഷം രൂപയും അതായിരുന്നു പതിവ്. അതിന് പകരം ഭൂമിയില്ലാത്തവർക്ക് ഒരു 10 ലക്ഷം, 11 ലക്ഷം, 12 ലക്ഷം രൂപ വരുന്ന ഫ്ലാറ്റുകൾ നൽകുകയാണ്. അതാണ് ഈ 3ാം ഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. ആ പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ വിവാദമൊക്കെ നടത്തുമ്പോഴേ ഈ ഭൂമിയില്ല, വീടുമില്ല, അവർക്കിതൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ആരും സൃഷ്ടിക്കരുത്. കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്തു പോകും. പക്ഷേ ഇന്ന് നടക്കുന്നുള്ള ഈ ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ, ഈ ഒരു വലിയ പദ്ധതിയെ കരുതിച്ച് കാണിക്കാനുള്ള പരിശ്രമങ്ങൾ അത് ഏറ്റവും അപലനീയമാണ്.
ചില മര്യാദകൾ വേണം ഇങ്ങനെയുള്ള ചർച്ചകളിൽ. ഡോക്ടർ ഐസക്, അതായത് റെഡ് ക്രസന്റ് സംസ്ഥാന സർക്കാരിന് വേണ്ടി പണിയുന്ന 140 ഭവനങ്ങളുടെ പേരിൽ ചില വ്യക്തികൾ കൈക്കോഴ വാങ്ങി. അതിൽ നിങ്ങൾക്ക് നിശബ്ദരായിരിക്കാൻ കഴിയുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2, ഈ പദ്ധതിയുമായിട്ട് സംസ്ഥാന സർക്കാരിന്, പദ്ധതി ഉദ്ദേശിക്കുന്ന ഈ ഭവന നിർമ്മാണവുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകാൻ കഴിയുമോ? ഇതാണ് ഷുക്കൂറൊക്കെ ചോദിക്കുന്ന ചോദ്യം. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഈ പ്രളയാനന്തര കാലത്ത് എത്രയോ ഏജൻസികൾ കേരളത്തിൽ വീട് വെച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ വിദേശ മലയാളികളുടെ സംഘടനകൾ, വ്യക്തികൾ, ഏഷ്യാനെറ്റ് തന്നെ അവർ സമാഹരിച്ച പണം കൊണ്ട് വീട് വെച്ച് തന്നു. സർക്കാരാണോ ഈ പണം വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്? ഇല്ലെന്ന്. സർക്കാർ അങ്ങനെ നല്ല ഒരു വീട് പണിത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ ഭൂമി ഏറ്റെടുത്ത് ഒരു സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അവർ തന്നെ ഭൂമിയും മേടിച്ച് അവർ തന്നെ വെച്ച് കൊടുക്കുന്നു. ഇനി അവിടെ അവരുടെ ഇടപാടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതെന്താ ഈ സർക്കാരിൻ്റെ മെത്ത് വെച്ച് കിട്ടാനുള്ളത്? അത് ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റ് നടത്തിയിട്ടുള്ള ഈ നിർമ്മാണ പ്രക്രിയയിൽ അവർ പണം മുടക്കുന്നു. നമ്മൾ പറയുന്ന ആ ഡിസൈനിൽ വീട് വെച്ച് തരുന്നു, ഫ്ലാറ്റ് വെച്ച് തരുന്നു. അത് നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫ്ലാറ്റിൻ്റെ അവർ തന്നത് നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം കേരള സർക്കാർ പണം വാങ്ങുകയോ കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. ആരെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തവനോട് ചോദിക്കണം, ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചവനോട് ചോദിക്കണം. അതിനിപ്പോൾ 3 കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നില്ലേ? കണ്ടുപിടിച്ചോട്ടെ, ചോദിച്ചോട്ടെ. വ്യക്തമായി. ഷുക്കൂർ, താങ്കൾക്ക് ആലപ്പുഴയുടെ ഗോതയിൽ മാത്രമല്ല, കൈരളി ന്യൂസിൻ്റെ ഈ സ്റ്റുഡിയോയുടെ ഗോതയിൽ, ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ഗോതയിലും ഡോക്ടർ ഐസക്കിനോട് ഏറ്റുമുട്ടാം. കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ചില കാര്യങ്ങളിലുള്ള എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ ഞെട്ടിപ്പോവുകയാണ്. കാരണം ആരെങ്കിലും കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോട്ടെ, ആരെങ്കിലും കാശ് അവരോട് ചോദിച്ചോട്ടെ, അതിന് അന്വേഷണ വിഭാഗമുണ്ട്, അവർ കണ്ടുപിടിക്കട്ടെ. ഒരു ജനാധിപത്യ യുഗത്തിൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ സംബന്ധിച്ച് വ്യക്തമായി ഗവൺമെൻറ്റാണ് ഒരു പാർട്ട്. ദ സ്റ്റേറ്റ് ഓഫ് കേരള റെഡ് ക്രസൻറ്റ് വിദേശത്തെ ഒരു കാരുണ്യ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ റെഡ് ക്രോസിൻ്റെ മറ്റൊരു രൂപം, നമ്മുടെ റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടനയുടെ മറ്റൊരു ഭാവം, അത്തരമായി ചേർന്നുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ ഇത്ര ലാഘവത്തോടു വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് അവർക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, അമ്പരപ്പിക്കുന്ന. സത്യത്തിൽ ഇങ്ങനെയൊക്കെ അതെ ഇത്ര ഇങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? ലൈഫ് എന്ന് പറയുന്ന പദ്ധതി 140 കുടുംബങ്ങൾക്ക് ഭവനം നൽകുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പാർട്ടായി നിൽക്കുന്ന രണ്ട് സംവിധാനങ്ങൾ, അതിലൊന്ന് ഗവൺമെൻറ് ഓഫ് മുഖ്യമന്ത്രി പലപ്പോഴും പ്രതിപക്ഷ നേതാവ് ധാരണാപത്രം എവിടെ, ആ MOUയുടെ കോപ്പി തരിക എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം എന്തിനാ പുറത്തു വന്നപ്പോൾ കുറെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഇവിടെ യൂണിടെക് വന്നു. ആ യൂണിടെക് വരുന്നതിന് മുമ്പ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു എന്ന് കേട്ടു. എന്തായാലും 20 നൽകി എന്ന് പറയുന്നു. 18 കോടി രൂപ ഇതിന് വേണ്ടി വീണ്ടും മുതൽ മുടക്കാൻ തീരുമാനിച്ചു. അവ്യക്തമാണ് ബാക്കി. ഇത് ആകെ പദ്ധതി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന തുകയുടെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് ബാക്കി പണം എങ്ങോ സംബന്ധിച്ചുള്ള സംശയം ജനിപ്പിക്കുന്ന ഒരു കരാറും അതിനെ തുടർന്നുള്ള പണികളുമാണ്. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇല്ലാതെ കെട്ടിടം പണി നടക്കുന്നു.
കെട്ടിടം പണി വാക്കാൽ കൊടുത്തു എന്നാണ്, വർക്ക് ഓർഡർ പോലും കൊടുക്കാതെ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി, അങ്ങ് ഒരുപാട് ധനകാര്യ വകുപ്പിൻ്റെ നിയന്ത്രണങ്ങൾ നമുക്ക് വേണമെന്ന് പറയുന്ന സമൂഹത്തിലെ പാവങ്ങളും സാധാരണക്കാരും ഉപജീവനത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്നവരുടെയും മകളിൽ അല്ലെങ്കിൽ അവരുടെ തലക്ക് ിക്കുന്ന കാര്യങ്ങളിൽ നിർബന്ധമുള്ള ഒരാൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വ്യക്തമായി. ഡോക്ടർ ഐസക്, ഞാൻ ജേക്കബ് ജോർജിലേക്ക് വരുവാണ്. പക്ഷേ ഷുക്കൂറാകെ അമ്പരന്നും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ, നിങ്ങൾ എല്ലായിടത്തും കയറി നിയന്ത്രണമൊക്കെ വെക്കുന്ന ഒരാള് ഇതിലൊരു നിയന്ത്രണവും ഇല്ല. റെഡ് ക്രസന്റ് ആയിക്കോട്ടെ, എന്നാലും ഇതൊക്കെ നോക്കണ്ടേ? നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര ലാഘവത്തോടെ എങ്ങനെ പറയാൻ പറ്റും? താങ്കളുടെ ലാഘവമാണ് ഷുക്കൂറിനെ അത്ഭുതപ്പെടുത്തുന്നത്. അത്ഭുതമുണ്ട്. ഷുക്കൂർ ഇങ്ങനെയുള്ള നല്ല ഭാവാഭിനയങ്ങൾ നന്നായിട്ട് നടത്തുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് ഈ അത്ഭുതപ്പെടുന്നും വേണ്ട അദ്ദേഹത്തിന്റെ ഈ. താങ്കൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. പക്ഷേ അതെ നന്നായിട്ട് അറിയാതെ നല്ല സുഹൃത്തുക്കളാണെന്ന്. ജനകീയ ആസൂത്രണം പോലും ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നവരാ. അതുകൊണ്ട് അന്ന് അദ്ദേഹമായിരുന്നു അവിടുത്തെ നഗരസഭ ചെയർമാൻ. അന്ന് മുതൽ അഭിനയ സിദ്ധിയെ കുറിച്ച് ഡോക്ടർ ഐസക്കിന് അറിയാവോ? പിന്നെ അപ്പോൾ ഞാൻ പറയട്ടെ, ഞാനിത് അന്വേഷിച്ചു. ഷുക്കൂർ ഇതെല്ലാം ഞാൻ അന്വേഷിച്ചു. തുടക്കം എവിടെ നിന്നാ? മുഖ്യമന്ത്രി UAE പോകുമ്പോൾ റെഡ് ക്രസന്റ് ചർച്ചയിൽ അവർ ഞങ്ങളിങ്ങനെ കേരളത്തെ സഹായിക്കാമെന്ന് പറയും. അവർ ഔപചാരികമായി കത്തെഴുതുന്നറിയാമോ? കേരള സർക്കാരിന് പണം തരാമെന്നല്ല. ഞാൻ ആ കത്ത് കണ്ടു. ആ കത്തിലെഴുതിയിട്ടുള്ളത്, ഇത്തരത്തിൽ വീട് നിർമ്മിച്ച് നൽകുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പണം തരാമെന്നല്ല, വീട് നിർമ്മിച്ച് തരുന്നത്. ഒരു കരാറും ഇല്ല, ധാരണാപത്രം. ഇങ്ങനെ വീട് നിർമ്മിച്ച് നൽകുന്നതിന് കേരള സർക്കാർ ഭൂമി നൽകും. ആ ധാരണാപത്രത്തിൽ തന്നെ കൃത്യമായിട്ട് ബ്രിട്ടാസാണല്ലോ ഇത് പുറത്തു വിട്ടത്. ഇന്നത്തേക്ക് ഒരാഴ്ച മുമ്പ് കാരളിൽ തന്നെ നിങ്ങൾ പ്രദർശിപ്പിച്ചതാണ്. അതിലെ ക്ലോസ് 6 എന്ന് ബ്രിട്ടാസ് കാണിച്ചു കൊടുക്കണം. കേരളത്തിലേക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ഭൂമി തരാം. നിങ്ങളുടെ ചെയ്തികൾക്ക് ഞങ്ങൾ ഉത്തരവാദിയല്ല, ഞങ്ങളുടെ ചെയ്തികൾക്ക് നിങ്ങൾ ഉത്തരവാദിയല്ല. അതായത് അവർ വീട് പണി തന്നെ വ്യക്തമായി. ഞാൻ എന്തായാലും ഞാൻ തിരിച്ചു വരാം. അതായത് താങ്കൾ ഈ പറഞ്ഞ ഓഗസ്റ്റ് 10-ാം തീയതി, ഇപ്പം ജേക്കബ് ജോർജ് എന്നുള്ള മാധ്യമപ്രവർത്തകൻ ഇവിടെ നമ്മളൊപ്പമാണ്. ജേക്കബ് ജോർജ്, ഓഗസ്റ്റ് 10-ന് ഞങ്ങൾ പുറത്തുവിട്ടതാണ് ഈ MOU. ഇപ്പം എൻ്റെ കയ്യിലുള്ള MOU ആണ് പുറത്തുവിട്ടത്. അന്ന് എനിക്കറിയാം ഷുക്കൂറിൻ്റെ വളരെ വേണ്ടപ്പെട്ട സ്നേഹിതനായിട്ടുള്ള ഡൊമിനിക് പ്രസൻറ്റേഷൻ അന്ന് നമ്മുടെ ചർച്ചയിലുണ്ടായിരുന്നു, കോൺഗ്രസിനെ പ്രതികരിച്ച്. ഞാൻ എൻ ജെ നായരുണ്ട്, നമ്മുടെ മരിച്ചുപോയ. പക്ഷേ എനിക്ക് വളരെ സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ NJ വളരെ നന്നായി അതിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്താണ്. ഞാൻ ഇന്ന് ശരത്ത് രാവിലെ വായിച്ചപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ജേക്കബ് ജോർജ്, അതായത് ഓഗസ്റ്റ് 10-ന് ഞങ്ങൾ പുറത്തുവിട്ട ആ MOU വേണേ ഒന്ന് കാണാം. എന്നിട്ട് താങ്കൾ എങ്ങനെയാണ് പത്രലോകം ഡോക്ടർ ഐസക് പറഞ്ഞ പോലെ ഇതിനെ ഒരു 10 ദിവസം കഴിഞ്ഞ് നോക്കുക. ക്രസന്റിൻ്റെ പ്രതിനിധിയും കേരള ഗവൺമെൻറ്റും കൂടി ഒപ്പിട്ടിട്ടുള്ള MOU-ൻ്റെ കോപ്പിയുണ്ട്. ഇത് താങ്കൾക്ക് ഞാൻ ഈ ചർച്ച കഴിഞ്ഞ ശേഷം തരാം. ഈ MOU-യുടെ കോപ്പിയിൽ പകുതി അറബിയും പകുതി പിന്നെ ഇംഗ്ലീഷുമാണ്. ഡൊമിനിക് പ്രസൻറ്റേഷന് അറബി വായിക്കാൻ അറിയാമെങ്കിൽ അറബിയും വായിക്കുന്നത്, രണ്ടും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടോ എന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഇട്ടിട്ടുണ്ട്. റെഡ് ക്രസന്റ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ടല്ലോ, റെഡ് ക്രസന്റ് എന്ന് ഇത് നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയാണ് MOU. ഒരു പക്ഷേ ഈ MOU ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ MOU ഈ പറഞ്ഞ പരിപാടി തന്നെ കാണിക്കുന്നത്. അതായത് എനിക്ക് ചോദിക്കാനുള്ള ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ, ഈ റെഡ് ക്രസന്റിന് എത്രയോ കാലത്തെ പശ്ചാത്തലവും പരിചയമുണ്ട്. ആരോ പറഞ്ഞ പോലെ, NJ പറഞ്ഞ പോലെ, റെഡ് ക്രസന്റിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന ഒട്ടോമൻ എംപയർ ഉള്ള സമയത്ത് തന്നെ റെഡ് ക്രസന്റ് എന്ന പേരിട്ടു. വേറൊന്നും കൊണ്ടല്ല, റെഡ് ക്രോസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റെഡ് ചന്ദ്രിക, അതാണ് ക്രസന്റ് എന്ന് ഉദ്ദേശിച്ചിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള മനസ്സിലാകുന്നത് അല്ലേ? ക്രസന്റ് അത് സ്വാഭാവികമായിട്ടും അതെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഈ റെഡ് ക്രസന്റ് ഈ രൂപത്തിൽ UAE റെഡ് ക്രസന്റ് എന്നാണ്. UAE റെഡ് ക്രസന്റ് ഞാൻ പരിചയപ്പെടുത്താം. ഒരുപക്ഷെ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് UAE റെഡ് ക്രസന്റ് എന്ന് പറയുന്നത് 1983 UAE റെഡ് ക്രസന്റ്. ജേക്കബ് ജോർജ്, യാതൊരു സംശയത്തിനും ഇട നൽകാത്ത രീതിയിൽ
അന്ന് ഡൊമിനിക് പ്രസൻറ്റേഷന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച രേഖയാണ്. അദ്ദേഹത്തിന് വാട്സപ്പ് കൊടുക്കും. യഥാർത്ഥം അന്ന് ഷുക്കൂറിനെയാണ് നമ്മൾ ട്രൈ ചെയ്തത്. ഷുക്കൂറിനെ കിട്ടിയില്ല. ഷുക്കൂറിനെ ട്രൈ ചെയ്യുന്ന കാരണം വെച്ചാൽ റെഡ് ക്രസൻ്റെ ഈ പറഞ്ഞ അറബിയിലുള്ളതും കൂടി ഷുക്കൂറിന് വായിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഷുക്കൂറിനെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഷുക്കൂറിനെ കിട്ടാത്തതുകൊണ്ടാണ് ഡൊമിനിക് പ്രസൻറ്റേഷനെ നമ്മൾ ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. ഇതാണ് ഇപ്പോൾ എക്സ്ക്ലൂസീവ്. ഇന്നും എക്സ്ക്ലൂസീവാണ്. ഇതിനൊക്കെ എന്താ പറയുക? ബ്രിട്ടാസ്, ഞാൻ 1-2 ചോദ്യം ചോദിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ല പത്രസമ്മേളനം വഴി, അദ്ദേഹത്തിൻ്റെ പതിവ് പത്രസമ്മേളനം വഴി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ ധാരണാപത്രം പുറത്തുവിടുന്നില്ല? നല്ല ചോദ്യം. രണ്ടാമത്തെ കാര്യം, ബ്രിട്ടാസ് ഇത് ലോകത്തിനു മുമ്പാകെ തുറന്നു കൊടുത്തു ഈ ചാനലിലൂടെ. എന്തുകൊണ്ട് അത് പൊതുമാധ്യമങ്ങൾക്ക് ബ്രിട്ടാസ് വിതരണം ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു സിസ്റ്റം വഴി, ബ്രിട്ടാസിൻ്റെ സിസ്റ്റം വഴി വിതരണം ചെയ്തില്ല? കുറഞ്ഞ പക്ഷം ദേശാഭിമാനിയിലെങ്കിലും പ്രസിദ്ധീകരിക്കാൻ. അതിനൊരു സെക്കൻഡ്, നിങ്ങൾ എത്രയോ ദീർഘകാലമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അതായത് ഒരു രേഖ റിലീസ് കഴിഞ്ഞാൽ അതുകൊണ്ട് പത്രാഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും അല്ല, ഒരു പത്രപ്രവർത്തകൻ വലിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അവരുടെ മേഖലയിൽ ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു രേഖ അവർക്ക് കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതെയോ ഇതൊരു തട്ടിപ്പാണോ? അതായത് ഇങ്ങനെ പ്രകടമായ രേഖകളെ ഇന്നലെ ഞാൻ എല്ലാ ചാനലുകളും ചർച്ച കണ്ടു. അവർക്കല്ല, അവരുടെ ലേഖകനെ സ്വന്തമായിട്ട് കിട്ടിയ എക്സ്ക്ലൂസീവ് രേഖ എന്ന നിലയ്ക്കാണ് അവരൊക്കെയും അവർ മാനേജ്മെന്റുകളെ കബളിപ്പിക്കുകയാണോ? അതേ മാനേജ്മെന്റുകളെ കബളിപ്പിക്കലിന് കൂട്ടു നിൽക്കുകയാണോ? പത്രപ്രവർത്തനല്ലേ? ഇന്ന് മനോരമ പ്രധാനപ്പെട്ട സ്റ്റോറി ആയിട്ട് കൊടുത്തു. പക്ഷേ ഭാഗ്യത്തിന് എന്തുകൊണ്ടോ അവരെ ലേഖകൻ്റെ പേര് മനോരമ ലേഖകൻ എന്നേ കൊടുത്തുള്ളൂ. സാധാരണ ഈ എക്സ്ക്ലൂസീവ് എഴുതുന്നത് നമ്മളൊക്കെ ഒരു ബൈലിയൻ കിട്ടാൻ വേണ്ടി നമ്മൾ എക്സ്ക്ലൂസീവ് അടിക്കും. ഇല്ലാത്തൊക്കെ ഉണ്ടാക്കി കുറച്ചൊക്കെ അധികം കളിപ്പിക്കാൻ പറ്റുകയില്ല. പക്ഷേ അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടാവും. ഇത്തിരി പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർക്കും. എക്സ്ക്ലൂസീവ് ആക്കണ്ടേ? എക്സ്ക്ലൂസീവ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നാം പേജിൽ നമ്മുടെ പേര് വരുള്ളൂ. അതിനുവേണ്ടി നമ്മൾ വ്യക്തമായി. ഡോക്ടർ ഐസക്, അതായത് എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടി കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഇടുമെന്നുള്ള കാര്യം ഒരു ട്രേഡ് സീക്രട്ട് ജേക്കബ് പുറത്തു വിട്ടു, സ്വാഭാവികമായിട്ടും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഈ MOU രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുന്നില്ല? അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൊടുത്തിട്ടില്ല, വേറെ കൊടുക്കുള്ളൂ. അവർ MOUവും ബാക്കിയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. സർക്കാർ അവർക്ക് നൽകും. നൽകിയതിന് ശേഷം ഞങ്ങളെന്താ ഇനി അഴിമതിയും കണ്ടാക്കാനാണോ? അല്ല, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഔപചാരികമായിട്ട് സർക്കാരിനെ അറിയിക്കുന്നു, ഇതിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളിത് നോക്കണം, അന്വേഷിക്കണം. നിശ്ചയമായിട്ടും സർക്കാർ ആ ഇഷ്യൂ ഏറ്റെടുക്കും. അതിനെന്താ സംശയമുള്ളത്? ഇൻവെസ്റ്റിഗേഷൻ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ സർക്കാർ കയ്യിൽ എങ്ങനെ വന്നു? അതെ, ഞാൻ മാധ്യമ പ്രവർത്തകനാണ് ഷുക്കൂറെ. ഞാൻ AICC ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എത്ര ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്? ഞാനാണെങ്കിൽ ഇഷ്ടംപോലെ മോഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ 32 വർഷമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഞാൻ പല രേഖകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഷുക്കൂറിന് പല രേഖകളും ഞാൻ കൊടുക്കാനിരിക്കുന്നുണ്ട്. അതെ, ഷുക്കൂർ പാവാ. ഷുക്കൂറല്ലേ? അല്ല, ഞാൻ ഒറ്റ കാര്യം ഷുക്കൂറിനോട് ചോദിച്ചുള്ളൂ. നിങ്ങളുടെ നേതാവ് ഡൊമിനിക് പ്രസന്റേഷന്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ച രേഖയാണ്. ഡൊമിനിക് പ്രസന്റേഷൻ വേണം അതെടുത്ത് രമേശ് കൊടുക്കാമായിരുന്നല്ലോ. എന്തിനാ ഇപ്പോൾ ചെന്നിത്തലേനെ എല്ലാ ദിവസവും പറയിപ്പിക്കാൻ നിൽക്കുന്നത്? രണ്ടാമത്തെ കാര്യം, അതിനേക്കാളും പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരുപക്ഷെ ഷുക്കൂർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് യാതൊരു രഹസ്യ സ്വഭാവം ഇല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. 2019 ജൂലൈ 11 ഈ MOU ഒപ്പിട്ട ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എല്ലാവർക്കും പങ്കുവച്ചു. നോക്കുക, 2019 ജൂലൈ 11 മുഖ്യമന്ത്രി പങ്കുവച്ച കാര്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രപ്രവർത്തകർക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റുമോ ജേക്കബ് ജോർജ്? ഞാൻ കൊടുത്തില്ല, ഞാൻ എൻ്റെ സഹപത്രപ്രവർത്തകർക്ക് അത് ഷെയർ ചെയ്തില്ല എന്നുള്ള ഒരു കുറ്റം ജേക്കബ് ജോർജ് എൻ്റെ മുകളിൽ ചുമത്തുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2019 ജൂലൈ 11 എല്ലാവർക്കും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തില്ലേ? അതിനെക്കുറിച്ച് ജേക്കബ് ജോർജ് വിട്ടാത്തത്? 2019 ജൂലൈ 11 ഈ കരാറ് MOUയിൽ ഒപ്പിട്ട ആ ദിവസം 2019 ജൂലൈ 11. ഇനി അതുമല്ല ഷുക്കൂറെ കേൾക്കണം. ഷുക്കൂറെ എന്താ, എനിക്ക്
ഈ ഷുക്കൂറിന് ഞാൻ ഈ ചർച്ച വരുന്നതറിയാം. ഷുക്കൂറും പിന്നെ രമേശ് ചെന്നിത്തലയായിട്ട് ഹോട്ട്ലൈൻ കണക്ഷനുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം രമേശിനെ വിളിച്ച് തിരുത്തിക്കും. അപ്പം തിരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഇൻപുട്സ് ഞാൻ എൻ്റെ ഷുക്കൂർ ഭായിക്ക് കൊടുക്കുന്നതാണ്. ഇനി അതുകൂടാതെ എൻ്റെ മാധ്യമപ്രവർത്തകർ ജേക്കബ് ജോർജ് എന്തായാലും എല്ലാ മാധ്യമപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് ഇനി അതുകൂടാതെ ഓഗസ്റ്റ് 10 മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ റെഡ് ക്രസൻറ്റുമായിട്ടുള്ള ധാരണാപത്രത്തെക്കുറിച്ച് വിശദമായി പരാമർശിച്ചു. കേൾക്ക്. ഭവൻ രഹിതർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന് 7 ദശലക്ഷം UAE ദിർഹവും ഒരു ഹെൽത്ത് സെൻറ്റർ നിർമ്മിച്ച് നൽകുന്നതിന് 3 ദശലക്ഷം ദിർഹവും അടക്കം മൊത്തം 10 ദശലക്ഷം UAE ദിർഹം സഹായമായി നൽകുന്നതിനുള്ള ഫ്രെയിം വർക്കാണ് MOUവിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഓരോ പദ്ധതിയും എങ്ങനെ നടപ്പാക്കണം അത് സംബന്ധിച്ച് ഓക്കെ ജേക്കബ് ജോർജ്, അതായത് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? ഷുക്കൂർ ചിരിച്ചോണ്ടിരിക്കുക. ഷുക്കൂറിനറിയാം ഈ കൂടെ പ്രവർത്തിക്കുന്ന പത്രക്കാർ പലപ്പോഴും ഷുക്കൂറിനെ കാലുവാരുമെന്ന്. ഇന്ന് അങ്ങനെ ഒരു കാലുവാരൽ നടത്തിക്കുന്നത്. അതായത് ജേക്കബ് ജോർജ്, താങ്കൾ പറ, ഇന്നത്തെ പത്രത്തിന്റെ വാർത്തയുടെ അന്തസാരം എന്താണ്? മുഖ്യമന്ത്രി നിഷേധിച്ചത് അല്ല, അങ്ങനെ ഒരു കരാറിനും അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞ സാധനം യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കരാറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എന്തോ കൊടുത്തു. ഇതെന്ത് കഷ്ടമാണ്! 10-ാം തീയതി ഞാൻ പുറത്തു വിട്ടത്, മുഖ്യമന്ത്രി എന്നെ പരാമർശിച്ചത്, 2019 ജൂലൈ 11 മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പെട്ടത്. ഇങ്ങനെയാണോ ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകർ ദുരൂഹത ഉണ്ടാക്കുന്നത്? ദുരൂഹത അല്ല, ഇത് അല്ല, ഒരു സെക്കൻഡ്. ശിവൻകുട്ടി വന്നിരിക്കണു, നമ്മുടെ ശിവൻകുട്ടി. ഈ ശിവൻകുട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കത്തില്ല. എന്താ കാരണം എന്നറിയാം? ഈ ഓഗസ്റ്റ് 10 ഈ ഡോമിനി പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുത്ത ചർച്ചയിൽ എൻ്റെ സ്നേഹിതൻ ശിവൻകുട്ടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ MOU പുറത്തു വിടുമ്പോൾ അതിൻ്റെ മൂകസാക്ഷിയാണ് ശിവൻകുട്ടി. ഇന്ന് ശിവൻകുട്ടി പത്രങ്ങൾ വായിച്ചപ്പോൾ ഞെട്ടിത്തെറിച്ചു പോയി. ഇല്ല ശിവൻകുട്ടി, സത്യം പറ. നമ്മൾ രാഷ്ട്രീയത്തിൽ പല കളികളും കളിക്കും, പക്ഷെ കളവ് ഇങ്ങനെ പറയാമോ? ഇന്ന് ഒരു ഞെട്ടലും ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചെന്നറിയോ, ഇന്ന് സാധാരണ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ടുള്ള ആ ഞെട്ടൽ തന്നെയാണ് ഇന്നത്തത്. ഇന്നത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് അങ്ങനെയൊന്നുമില്ല. കാരണം ഇങ്ങനെ നടന്നു പോവുകയാണ്, ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ. പറഞ്ഞോളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഞെട്ടൽ എൻ്റെ ബഹുമാനനായിട്ടുള്ള ബ്രിട്ടാസ്ജി പറഞ്ഞ ഒരു പോയിന്റ് ശരിയാണ്. ശിവൻകുട്ടി, ഒറ്റ ചോദ്യം. ഓഗസ്റ്റ് 10 താങ്കൾ ആ കസേരയിൽ ഇരിക്കുമ്പോഴല്ലേ ഞാൻ ഈ MOU പുറത്തു വിട്ടത്? ആ MOU 10 ദിവസം കഴിഞ്ഞ് എക്സ്ക്ലൂസീവ് ആണെന്നും പറഞ്ഞ് ഏതെങ്കിലും പത്രക്കാർ കൊടുക്കുമ്പോൾ ശിവൻകുട്ടി നമുക്ക് ചില വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരില്ലേ ഇൻവേർട്ടർ കോമ്പയിൽ? അതിനെന്താ ഒരു 2 വാക്ക് ശിവൻകുട്ടി പറ, എന്താ ഉപയോഗിക്കേണ്ടത്? അല്ല, ഞാൻ ചർച്ചയുടെ തുടക്കത്തിലില്ലായിരുന്നു. അതിൻ്റെ ചില പോയിന്റ്സുകൾ ഒന്ന് നോക്കണം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ലൈഫിനെ സംബന്ധിച്ച്, ലൈഫ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. അപ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ശരിക്കും ഡയറക്റ്റായിട്ട് ഈ റെഡ് ക്രസൻറ്റിന് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള നിയമപരമായ പ്രശ്നം നിലവിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഖത്തർ റെഡ് ക്രസൻറ്റ് അവിടെ അവരൊരു വലിയ കരാർ കേരളത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇടുക്കിയും വയനാടുമാണ്. ആ ഇടുക്കിയും വയനാടും ചെയ്തിട്ടുള്ളതിൽ അവർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ആ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയും ഖത്തർ റെഡ് ക്രസൻറ്റും കൂടി ആലോചിച്ചിട്ടാണ് കേരളത്തിലേക്ക് ഈ പ്രോജക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ പ്രോജക്റ്റ് എങ്ങനെ കേരളത്തിലേക്ക് വന്നു, ഇതാണ് പലരുടെയും മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ഇപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്കീമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രളയ ദുരിതാശ്വാസം അതുപോലത്തെ കാര്യത്തിലൊക്കെ അവരിടപെടുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഇത് ഡയറക്റ്റായിട്ട് എങ്ങനെ വന്നു? ഡോക്ടർ ഐസക്, ഡയറക്റ്റായിട്ട് വരാൻ പറ്റുമോ ഇല്ലയോ? അതാണ് ശിവൻകുട്ടി. ഞാൻ പറഞ്ഞതൊക്കെ അംഗീകരിച്ചു. 10-ാം തീയതി ഞാൻ പുറത്തുവിട്ട രേഖയാണെന്ന് ശിവൻകുട്ടി സംഭവിച്ചു. പക്ഷേങ്കിൽ ശിവൻകുട്ടിക്ക് അതിൻ്റെ കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല. പക്ഷേ എന്നോടൊപ്പമാണ് ശിവൻകുട്ടി അക്കാര്യത്തിൽ നിലകൊള്ളുന്നത്. പക്ഷേ ശിവൻകുട്ടിയുടെ മനസ്സിലുള്ളത് ഈ UAE റെഡ് ക്രസൻറ്റിന് നേരിട്ടിങ്ങനെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ? UAE റെഡ് ക്രസൻറ്റിന്
നമുക്ക് പണം തരാനുള്ള അധികാരവും ഇല്ല, അവകാശമില്ല, നമുക്ക് വാങ്ങാനുള്ള അനുവാദവും ഇല്ല. അതുകൊണ്ട് നമ്മളെടുത്ത നിലപാട് അവർ പണിയുന്നു, ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഗുണഭോക്താക്കൾക്ക് ഈ വീട് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് നമ്മളവരുടെ MOU വെച്ച് സ്ഥലം തരാം, ബാക്കി നിങ്ങളുടെ ഏർപ്പാട്, നിങ്ങൾ പണിയുക, നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അത് പോരാ എന്നൊക്കെ ഇപ്പോൾ ശിവൻകുട്ടിക്ക് തോന്നുന്നുണ്ടാവും. അത് വേണമെങ്കിൽ എൻ്റെ EDO ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ ആര് വേണമെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കട്ടെ, ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിനും BJPക്കും ഇത് സംബന്ധിച്ച് പറയാനുള്ള എന്ത് ധാർമ്മിക അവകാശമുള്ളത്? 2016 പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഓർമ്മയുണ്ടോ? ഡൽഹി ഹൈക്കോടതി 2014 അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്ന സംഘടന ഈ 2 പാർട്ടികളും വിദേശ പണം വാങ്ങിച്ചു എന്നതിന് കേസ് കൊടുത്തു. ഡൽഹി ഹൈക്കോടതി വിധിച്ചു എതിരായിട്ട്. അതിനെതിരായിട്ട് 2010 ശേഷം മേടിച്ചതെല്ലാം ഓൾ റൈറ്റ് നിയമവിധേയമാക്കിക്കൊണ്ട് നിയമം ഒരുമിച്ച് പാസ്സാക്കിയതാ. BJP ഭരിക്കുമ്പോൾ കോൺഗ്രസ് ചേർന്ന്. അപ്പോഴാണ് 2010 മുമ്പ് ഇതുപോലെ വന്നിട്ടുണ്ടെന്ന്. എന്നാൽ പിന്നെ 2018 ആ ലഹളക്കിടയിൽ ഫിനാൻസ് ആക്ടിൻ്റെ ഭാഗമായിട്ട് പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് അമെൻഡ് ചെയ്തു. എന്തിന്? ഇലക്ട്രൽ ബോണ്ടിലേക്ക് ഏത് വിദേശത്തു നിന്നുള്ള ആര് തന്നാലും അതൊന്നും ഡിക്ലെയർ ചെയ്യേണ്ടത് ആവശ്യമില്ല. ഇതാണ് ഈ രാഷ്ട്രീയ നിലപാട്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വല്ല ഡൈവേർഷനുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ 2 പാർട്ടികൾക്കും ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിക്കാനുള്ള ധാർമ്മിക അവകാശം എന്ത്? മുൻകാല പ്രാബല്യത്തോടെ തങ്ങൾ മേടിച്ച പണത്തിന് നിയമം പാസാക്കി ഒഴിവ് മേടിച്ചു പോയിട്ടുള്ളവരാണ് 2 പേരും. വളരെ ശക്തമായ ആക്രമണം ഡോക്ടർ ഐസക് നടത്തിയിരിക്കുന്നു. അല്ല, അതിനകത്ത് എനിക്ക് ബഹുമാനനായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഈ പണം ഇപ്പോൾ ലൈഫിന് വേണ്ടി വന്നിട്ടുള്ള പണം അത് ശരിക്കും കേരളത്തിലേക്ക് ഏത് അക്കൗണ്ടിലാണ് വന്നിട്ടുള്ളത്? ഡയറക്റ്റ് അത് കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ പണം ഏത് അക്കൗണ്ട് വഴിയാണ് വന്നിട്ടുള്ളത്? അത് എങ്ങനെയാണ് ചിലവാക്കുന്നത്? UAEക്ക് ഡയറക്റ്റായിട്ട് യൂണിടാക്കുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു വിദേശ രാജ്യത്തിന് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ ഡോക്ടർ തോമസ് ഐസക് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്തോട്ടെ ശിവൻകുട്ടിക്ക്? ആയിക്കോട്ടെ. എൻ്റെ അറിവ് പ്രകാരം 2014 ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിവിധ പദ്ധതികൾ റെഡ് ക്രസൻറ്റ് ഇതുപോലെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ, അതായത് റെഡ് ക്രസൻറ്റ് ഇന്ത്യയിൽ മാത്രമല്ല 14-15 രാജ്യങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമതിയുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ എയ്ഡ് ഏജൻസിയാണ്. അതുകൊണ്ട് അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനം 2014 എന്ന് പറയുമ്പോൾ മാസം നോക്കിയാൽ മോഡി അവിടെ മുഖ്യമന്ത്രിയാണ്. അവിടെ റെഡ് ക്രസൻറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. ജേക്കബേ, ഈ 2014 ഗുജറാത്ത് എന്ന് പറയുമ്പോൾ ശിവൻകുട്ടിക്ക് ഒരു കാരണവശാലും അതിന് മുകളിൽ ഊന്നാൻ പറ്റില്ല. ഞാൻ അതിനകത്ത് പറയാം. റെഡ് ക്രസൻറ്റ് എവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നുമല്ല ഞാൻ അഭിപ്രായം പറയുന്നത്. ഒരു കാര്യം വ്യക്തമായി, അതായത് ഈ പൈസ ഇങ്ങോട്ട് വന്നു അല്ലേ? പൈസ എങ്ങനെ വന്നു? അല്ല, അദ്ദേഹത്തോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പാർട്ടികൾക്ക് എങ്ങനെ ഇതാ പറയാനുള്ള അവകാശം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ധാർമ്മിക അവകാശമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് വിനയപൂർവ്വം പറയുകയാണ്, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിനകത്ത് നിന്നുകൊണ്ട് BJP ചെയ്തിട്ടുള്ളൂ. BJP അതിനപ്പുറം ചെയ്തിട്ടില്ല. എൻ്റെ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനായിട്ടുള്ള ഞാൻ തോമസ് ഐസക് ഞാൻ പറയുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ ചർച്ചയിൽ തന്നെ ഞാൻ മറുപടി പറയും. ശിവൻകുട്ടി, എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ പാടില്ല. നിങ്ങൾ പാവം ഷുക്കൂറിനെയും കൂടി രക്ഷപ്പെടുത്തണം.
അല്ല, നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി മാത്രം സംസാരിച്ചാൽ ഷുക്കൂറിന്റെ വഴിയാണ് നോക്കുന്നത്. കാരണം ഷുക്കൂർ ഇപ്പൊ പറയും CVR അന്വേഷണം വേണമെന്ന് പറയും. അപ്പൊ ഷുക്കൂറിന്റെ വഴിയും ഞങ്ങളുടെ വഴിയും രണ്ട് വഴിയാണ്. ഷുക്കൂറിന്റെ വഴിയോടൊന്നും ഞങ്ങള് ഒരു കാലഘട്ടത്തിലും യോജിക്കില്ല. ഓക്കെ എനിക്ക് ഷുക്കൂറിലേക്ക് വരണതുണ്ട്. പക്ഷേ ഷുക്കൂർ പറഞ്ഞു ഞങ്ങളുടെ വഴിയിലേക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഞങ്ങളുടെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും ശ്രീ ബ്രിട്ടാസും കൂടി സത്യത്തിൽ മറ്റൊരു കഥയുണ്ടാക്കാനുള്ള പരിശ്രമത്തിലേക്ക് വന്നിരിക്കുകയാണ്. പകൽ പോലെ ജനങ്ങൾക്കെല്ലാം വ്യക്തമാകും, ഈ കേൾക്കുന്ന ശ്രോതാക്കൾക്കെല്ലാം ഈ കാര്യങ്ങൾ, ഈ കാണുന്നവർക്കുമൊക്കെ ഇതിൻ്റെ മനസ്സിലാക്കുകയാണ്. കാരണം ഇവിടെ എങ്ങനെയാണ് ഈ കമ്പനികൾ ഇതിൻ്റെ കരാർ ഏറ്റെടുത്ത് ഈ പണിയിലേക്ക്, നിർമ്മാണ ഘട്ടത്തിലേക്ക് പോയത് എന്നത് നിങ്ങൾക്ക് തരാനുള്ളത്. ഏത് തരത്തിലാണ് ഈ സംവിധാനത്തെ തിരഞ്ഞെടുത്തത്? ഈ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഇപ്പോൾ പോയി നിൽക്കുന്ന ഘട്ടത്തിൽ തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട്? എന്താണ് ഇവിടെ ശിവൻകുട്ടി ഇവിടെ ചോദിക്കുന്ന ഈ പണം വന്ന റൂട്ട്? അതാണ് ഷുക്കൂർ ഊന്നാൻ ശ്രമിക്കുന്നത്. എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ തരാറുണ്ട്. എന്നാൽ ഡോക്ടർ ഐസക് താങ്കൾക്ക് ടേക്ക് ഓവർ ചെയ്യാം. അതായത് പണം വന്ന റൂട്ട്, ഈ പണം എങ്ങനെ വന്നു? അതാണ് ശിവൻകുട്ടിക്ക് അറിയേണ്ടത്. ശരി, 2014 തന്നെ നല്ല ഒരു മാതൃക. 2014 വിദേശ രാജ്യങ്ങൾ നേരിട്ട് ഗുജറാത്ത് സർക്കാരിന് പണം നൽകി അങ്ങോട്ട് കൊടുത്തു. 2, വിദേശ രാജ്യങ്ങളിലെ സർക്കാരുകളും ഏജൻസികളും അവർ തീരുമാനിച്ച ഏജൻസി വിളിച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അത് സർക്കാരിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ സർക്കാർ നയത്തിൽ മാറ്റം വരുത്തി. സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ ഇന്ത്യ സർക്കാർ തന്നെ ഇത്തരത്തിലുള്ള ചെറു എയ്ഡുകളൊന്നും വാങ്ങത്തില്ല പണമായിട്ട്. അതുകൊണ്ട് കേരള സർക്കാർ അങ്ങനെ പണം വാങ്ങുന്ന അതിന് അനുവാദം ചോദിച്ചു. ആ പ്രളയകാലത്ത് അത് തരില്ലെന്ന് പറഞ്ഞു, അത് ഒഴിവാക്കി. അതിന് പകരം റെഡ് ക്രസൻറ്റ് മുന്നോട്ട് വരുന്നു. ശരി, നിങ്ങൾ പണിത് തരൂ. അതാണ് MOU. പണം തരുന്നതിനെക്കുറിച്ച് പറയുന്നില്ല. അവർ MOUക്ക് മുൻകൂറായിട്ട് അയച്ചു തന്ന കത്തിൽ അവർ പറയുന്നത്, ഞങ്ങളിങ്ങനെ വീട് പണിത് കേരളത്തിലെ പ്രളയബാധിതർക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു, കേരള സർക്കാരിൻ്റെ സഹകരണവും സഹായവും വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ MOU വെച്ചതല്ലാതെ അതിനപ്പുറത്തേക്കൊരു കോൺട്രാക്റ്റിലേക്ക് പോയിട്ടില്ലെന്ന് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കരാറെന്ന് പറഞ്ഞില്ലേ, കരാറില്ല, അവർക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അതായത് ഇപ്പം ഷുക്കൂർ ഭയങ്കര എന്താ രസകരമായൊരു ആരോപണം ഉന്നയിച്ചു. അതായത് കഥയെഴുത്ത് ജോൺ ബ്രിട്ടാസും ഡോക്ടർ ഐസക്കും കൂടി കഥ എഴുതി. ഡോക്ടർ ഐസക്ക് നല്ല കലാകാരനും നല്ല സഹൃദയനൊക്കെയാണ്. അത്രയൊരു എഴുത്തിൻ്റെ വൈദഗ്ധ്യമില്ല. പക്ഷേ താങ്കൾ നല്ലൊരു അഭിനേതാവെന്ന് എന്നുള്ളൊരു കോംപ്ലിമെന്റ് താങ്കൾക്ക് നേരത്തെ തന്നെ ഡോക്ടർ ഐസക്ക് തന്നിട്ടുമുണ്ട്. ബ്രിട്ടാസ് നല്ല പറയുന്നത് ശരി, ആയിക്കോട്ടെ, നിങ്ങളത് പറഞ്ഞോട്ടെ. ഏതായാലും എങ്ങനെ ഈ യൂണിടാക്കിലേക്ക് ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടന്നു എന്നുള്ളത് എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്ത് ന്യായം പറയാൻ കഴിയും? ഇത് നിർമ്മാണത്തിന്റെ ചുമതല യൂണിടാക് എന്ന് പറയുന്ന ഈ വേറൊരു കമ്പനി കൂടെ ഉണ്ട് ആ കൂട്ടത്തിൽ, ഒരു വെഞ്ചേഴ്സ്, ഷൈൻ വെഞ്ചേഴ്സ് വരുന്നു. ഈ റെഡ് ക്രസൻറ്റിന് കേരളത്തിൽ വന്നിട്ട് വടക്കാഞ്ചേരിയിൽ 140 ഭവനങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് പോകാനുള്ള സർക്കാർ അനുമതി നൽകി എന്നാണ് നിങ്ങൾ പറയുന്നത്. കൊള്ളാം. സർക്കാർ അനുമതി നൽകിയത് കേരളത്തിലെ 140 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് വെച്ച് കൊടുക്കാൻ അവർ സമ്മതം, നിങ്ങൾ വെച്ച് കൊടുത്തോളൂ, ഭൂമി ഇതാ. അല്ലാതെ കേരള സർക്കാർ ആര് പണിയണം,
അയാൾക്ക് എന്ത് ടേംസിൽ പണിയാൻ കൊടുക്കണം, അതിനെന്ത് നടപടിക്രമങ്ങൾ അല്ല, ബഹുമാനപ്പെട്ട മന്ത്രി- കേരള സർക്കാർ ഇടപെട്ടിട്ടുള്ള കാര്യം ഇതാ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, എനിക്കതിനകത്ത് ഒന്ന് നിയമവകുപ്പ് ഈ പറയാനുണ്ട്. കരാറൊക്കെ ഈ MOU ഒക്കെ ഒന്ന് കാണണ്ടേ? ഒന്ന് കാണണ്ടേ? നിയമവകുപ്പ് അല്ല, ബഹുമാനനായിട്ടുള്ള, ഞാൻ ചോദിക്കാമോ? ധൈര്യമായിട്ട് ചോദിച്ചോ. ബഹുമാനനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ആയതുകൊണ്ടാണ് വളരെ നമുക്ക് സന്തോഷത്തോടുകൂടി ചോദിക്കാൻ പറ്റുന്നത്. CPM നേതാവാണെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം നമുക്ക് സാധിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, അതേ CPM നേതാവ് കൂടിയാണ് ശിവകുമാർ. അല്ല, മന്ത്രിയാണ് കേരളത്തിന്റെ പരിണത അല്ല കേരളത്തിന്റെ പരിണത പ്രജനായ മന്ത്രിയാണ്. അപ്പോ അദ്ദേഹത്തിന് CPM നേതാവാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രത്യേകതയും ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ വിനയപൂർവ്വം ചോദിക്കുന്നത്. ഞങ്ങൾക്കറിയാനുള്ള ആഗ്രഹം, ഈ പണം കേരളത്തിലെ ജനങ്ങൾ എന്താ മനസ്സിൽ ചോദിക്കുന്നത്, ഈ പണം എങ്ങനെ വന്നു, ഇത് ഏത് വഴിയാണ്, ഏത് ബാങ്കാണ് ഇതിന് കൊടുക്കുന്ന പണം? ഈ പണം കൊടുക്കുന്നത് ധനകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അങ്ങ് അറിയാതിരിക്കുമോ? അല്ല, ഡോക്ടർ തോമസ് ഐസക്, എനിക്കും ഒരു സുതാര്യത വേണം ഇതിനകത്ത് എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത് പൊതുപ്പണമാണോ, ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വന്ന പണമാണോ, ഗവൺമെൻറ്റിന് വഴിയാണോ വന്നത്? അങ്ങനെയല്ല എങ്കിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് ഇതിനകത്തൊരു MOUവിൽ ഏർപ്പെട്ടു? ഇത്യാദി ചോദ്യങ്ങൾ സമൂഹത്തിന് മുമ്പിലുണ്ട്. മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മറുപടി കൃത്യമായിട്ട് പറയാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. കൃത്യമായിട്ട് പറയാമെന്ന്, ഈ പ്രളയാനന്തര കാലത്ത് എത്രയോ ഏജൻസികൾ അവരുടെ സ്വന്തം നിലക്കും സർക്കാരുമായി സഹകരിച്ചുകൊണ്ടും, ഞാനൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ പറഞ്ഞു, വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർ ഏത് കോൺട്രാക്ടറെ ഏൽപ്പിക്കുന്നു, അതിന് ടെൻഡർ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, ഇതൊന്നും നോക്കാനായിട്ട് കേരള സർക്കാർ പോയിട്ടില്ല. പല സ്ഥലത്തും നമ്മുടെ വിദേശ മലയാളി സംഘടനകൾ അവർക്ക് ഭൂമി വിട്ടുകൊടുത്ത് അവരുടെ ഡിസൈനിൽ അവർ വീട് മുഴുവൻ കൊടുത്തൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ ഇവിടെ തത്വം. അവർ കേരള സർക്കാരോട് പറയുന്നു, ഞങ്ങൾ ഒരു 145 ആളുകൾക്ക് ഏതാണ്ട് 20 കോടി രൂപ വില വരുന്ന തുകക്കുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയം പണിത് നൽകാം, അവിടെ ഒരു ആശുപത്രി കൂടി പണിയുന്നതിന് ഞങ്ങൾ താല്പര്യമുണ്ടെന്ന്. കേരള സർക്കാർ ധാരണാപത്രത്തിൽ പറയുന്നത് എന്താ? സമ്മതം, നിങ്ങൾക്ക് പണിയാനുള്ള ഭൂമി കണ്ടെത്തി തരാം. എന്നിട്ട് ആ ക്ലോസിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല, ഞങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. നിങ്ങൾ വീട് പണിയാൻ തരിക, ആര് ഇനി പണം ഏത് വഴി വന്നു, സർക്കാർ വഴിയല്ല വന്നിട്ടുള്ള ഉറപ്പ്. ഇനി വേറെ ഏത് വഴി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിക്കട്ടുന്ന ഏത് വഴിയാണ് കൊടുത്തതെന്നുള്ളത്. നേരായ മാർഗത്തിലല്ലാതെ, ബാങ്ക് വഴിയല്ലാതെ റെഡ് ക്രസൻറ്റിന് ഇന്ത്യയിലേക്ക് ഒരു പണം ഇവിടെ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട്, ഒരു കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഒരു സാമാന്യ ധാരണയിൽ നമ്മളൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് തോന്നുന്നു. ഷുക്കൂർ ഭായ്, ഏതെങ്കിലും ഹവാല ഒരു പക്ഷേ ഇതിനകത്തൊരു പ്രഹേളികയില്ല. എന്താ കാരണം വെച്ചാൽ, ഇപ്പോൾ റിസർവ് ബാങ്ക് അറിയാതെ ഒരു പണവും ഇങ്ങോട്ട് വരില്ല. ഇപ്പോൾ ഇവിടുത്തെ മലയാളികൾ അയക്കുന്ന, എൻ്റെ അറിവ് വെച്ചിട്ടാണ്. പിന്നെ എത്രയോ ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ ഉൾപ്പെടെ എന്തെല്ലാം ഫൗണ്ടേഷനുകൾ ഇവിടെ പല പല ദൗത്യങ്ങളും ഏറ്റെടുക്കുന്നു. അവർക്കൊക്കെ പണം കൊണ്ട്. ഷുക്കൂർ ഭായ്, നിങ്ങളുടെ സംശയം മാറ്റാൻ വേണ്ടി ഞാൻ വേറൊരു കാര്യം ചെയ്യാം. എങ്ങനെയാ പൈസ വന്നെന്നുള്ള വിധത്തിൽ ഒരു MOU കൂടെ കാണിച്ചു തരാം. ഈ MOU എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇതും ഒരു 10 ദിവസം കഴിഞ്ഞ് എക്സ്ക്ലൂസീവായിട്ട് വേണം പുറത്തേക്ക് വന്നുകൂടായില്ല ജേക്കപ്പേ. അതായത് ഈ MOU കോൺസുലേറ്റും യൂണിടാക്കും കൂടെ ഒപ്പുവെച്ചൊരു MOU ആണ്. കോൺസുലേറ്റും യൂണിടാക്. അത് MOU ആണ്, കരാറാണ്? ഞാൻ പറഞ്ഞുതരാം. അതായത് അതിനർത്ഥം റെഡ് ക്രസൻറ്റിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ ദൗത്യം ഏറ്റെടുത്തത് UAE കോൺസുലേറ്റ് ആണ്. UAE കോൺസുലേറ്റ് നോക്കുക, UAE കോൺസുലേറ്റ് ജനറലും യൂണിടാക്കും കൂടി ഒപ്പുവെച്ച ഒരു കരാറ് ഞാനിവിടെ പുറത്തു വിടുകയാണ്. ഈ കരാറ് അന്വേഷണ ഏജൻസികളുടെ പക്കലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് യൂണിടാക്കിൻ്റെ കയ്യിലേക്ക് പൈസ പോയത് എന്നുള്ളത് ഈ കരാർ പരിശോധിച്ചാൽ വ്യക്തമാവും. അപ്പോൾ കോൺസുലേറ്റ് എങ്ങനെയാണ് പിക്ചറിലേക്ക് വന്നത്? UAE റെഡ് ക്രസൻറ്റ് ആയതുകൊണ്ട് തന്നെ UAE റെഡ് ക്രസൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ദൗത്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് കോൺസുലേറ്റ് ആണെന്നുള്ള കാര്യം കൂടി നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഒരു ജേക്കബിൻ്റെ പദപ്രശ്നം പൂരിപ്പിച്ചു കഴിഞ്ഞു. ഷുക്കൂർ ഭായിയുടെ ഒരു സംശയം കൂടി രേഖകൾ സഹിതം നമ്മുടെ വ്യവസ്ഥിതിയുടെ ഭാഗമായി നമുക്ക് ചില നടപടിക്രമങ്ങളും ചില നിയമ വകുപ്പും ഒക്കെ നമ്മൾ എന്തിനാ ഇത്
ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു ചട്ടവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളും സെക്രട്ടറി ഒപ്പിടുന്ന ഒരു കരാറിന്മേൽ, അതായത് UV ജോസാണ് ഒപ്പിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കരാറിൻ്റെ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഇത് ഇങ്ങനെ ഒരു കൂട്ടുകച്ചവടം നടത്താനുള്ളതാണോ? അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്. അല്ല ഇത് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു? ലൈഫ് മിഷൻ റെപ്രസെന്റുമായി ധാരണാപത്രം ഒപ്പിട്ടത് CEO, നമ്മുടെ ലൈഫ് മിഷന്റെ CEO UV ജോസാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഇത് നിയമവകുപ്പിന് പോകണ്ടേ? ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നിയമവകുപ്പുമായി എന്താണ് അത് ആ ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ട് എന്താണ്? ഇത് മാത്രമല്ല, ഇതൊരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമല്ലേ? അപ്പോൾ ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്, നിയമസഭയുണ്ട്. നിയമനിർമ്മാണ സഭയിലും ഏതൊക്കെ തരത്തിൽ രൂപത്തിൽ വരുന്നു, അതിന് അവിടെ കൊടുത്ത മറുപടി, പിന്നെ മുഖ്യമന്ത്രി പലപ്പോഴായി മാറി മാറി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരും പാവങ്ങളുമായ ആളുകൾ വല്ലാത്തൊരു അന്തരാപ്പിലേക്ക് പോവുകയാണ്. ഇങ്ങനെയാണോ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കേണ്ട സമയത്ത് അത് വേണം, വർക്ക് ഓർഡർ കൊടുക്കേണ്ട സമയത്ത് അത് വേണം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുമ്പോൾ അതുമായി ഉള്ള കാര്യങ്ങൾ പാലിക്കപ്പെടണം? ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ കെട്ടിത്തരാമെന്ന് പുറത്തുനിന്ന് ഏത് ഏജൻസി പറഞ്ഞാലും ഇത് പാവങ്ങൾക്ക് വീട് കൊടുക്കുന്നുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനമാണോ? അതെ അതെ ഡോക്ടർ ഐസക്, പാവങ്ങൾ അങ്കലാപ്പിലാണ്, അതാണ് ഷുക്കൂറിന്റെ വാദം. മാത്രമല്ല ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പാവങ്ങള് പ്രതിപക്ഷമുണ്ട്, നിയമസഭയുണ്ട്. നിങ്ങളൊന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചില്ല, നിയമസഭയോട് സംസാരിച്ചില്ല. ഇതൊക്കെയാണ് ഷുക്കൂറിന്റെ സംശയങ്ങൾ. പാവങ്ങൾക്കൊരു അങ്കലാപ്പും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി തടയപ്പെട്ടുള്ള 145 കുടുംബങ്ങളില്ലേ, അവർ കാത്തിരിക്കുകയാണ് ഒന്ന് തുറന്നു കിട്ടാൻ അവിടെ താമസിക്കാനായിട്ട്. അതുകൊണ്ട് പാവങ്ങളുടെ പേരിലൊന്നും അങ്കലാപ്പ് വേണ്ട. ഇനി എന്താ, അവർ പണിതു തരാവുന്ന വീട് അത് ആർക്ക് കൊടുക്കുന്നു, എന്ത് നടപടിക്രമം വെച്ച് വേണം, അവിടെ എന്ത് കൂലി കൊടുക്കണം, ഇതൊക്കെ സംസ്ഥാന സർക്കാരാണ് പറയേണ്ടത്. അവരിതിനൊന്നും ബാധ്യസ്ഥരല്ലെന്ന് അവർ കേരളത്തോട് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാധ്യമ സ്ഥാപനങ്ങളടക്കം എത്രയോ സ്വകാര്യ ഏജൻസികൾ ഇവിടെ വീട് വെച്ച് നിൽക്കുന്നു. അവരൊക്കെ അവർ തന്നെയാണ് പണിതിട്ടുള്ളത്. പലരും, ചിലർ സർക്കാരിനെ പണയേൽപ്പിച്ചിട്ടുണ്ട്, വേറെ ചിലർ ഞങ്ങൾ പണിത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അനുവാദം കൊടുത്തു. നമ്മളാകെ നോക്കുന്നത് എന്താ, അത് വാസയോഗ്യമായിട്ടുള്ള വീടായിരിക്കണം. അപ്പം അതുകൊണ്ട് നിശ്ചയമായിട്ടും അതിൻ്റെ ഫ്ലാറ്റിൻ്റെ നിർമ്മാണത്തിൻ്റെ സാങ്കേതിക ഡിസൈനെക്കുറിച്ച്, എസ്റ്റിമേറ്റിനെക്കുറിച്ച് ഇതൊക്കെ പരിശോധിച്ച് കാണും. അതിൻ്റെ അപ്പുറത്തേക്ക് ആര് വഴി അവർ ചെയ്യുന്നു, ഇതൊന്നും സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന കാര്യമല്ല. ആ ബന്ധമൊന്നും MOUയിലും ഇല്ല. നിങ്ങൾ MOUയിൽ എന്തോ വെച്ചിട്ട് അതിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ പോയാൽ ഷുക്കൂർ പറയുന്നത് ശരി, അങ്ങനെയില്ലെന്ന്. ഇത് വളരെ ലളിതമാണ്. MOU നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, വായിച്ചു നോക്ക്. അതിലെവിടെയാണ് കേരള സർക്കാർ ഇന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടും, അതിന് അവകാശമുണ്ടെന്ന് പറയുന്നത്? അതിലാകെ പറയുന്നത് ഇത്തരത്തിൽ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് തരുന്നതിന് അവരെ ഭൂമി കൊടുത്ത് സഹായിക്കും, അത്രേ ഉള്ളൂ. വേറെന്താ ഉള്ളത്? ഷുക്കൂറിനും ഉണ്ട്, പിന്നെ ശിവൻകുട്ടിക്കും ഓരോ സംശയങ്ങളുണ്ട്. ആര് ചോദിക്കും? ഞാനൊന്ന് ചോദിച്ചോട്ടെ. ചോദിക്കേ. ഞാൻ ചോദിച്ചോട്ടെ. കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ്, ആ സംഘടന ഡൽഹിയിൽ പ്രവർത്തിക്കുന്നു. അത് റെഡ് ക്രസൻറ്റിന് ഉൾപ്പെടെയാണ്. അവിടെ അതിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അതിനോട് വന്നിട്ടുള്ള മുഴുവൻ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ ഡെഡിക്കേറ്റ് അക്കൗണ്ട് വഴി മാത്രമേ ഇത് മാറാൻ സാധിക്കൂ. ഇത് ഡെഡിക്കേറ്റ് അക്കൗണ്ട് എന്നുള്ള പേരിൽ മാത്രമാണ് ഈ പണം മാറാൻ സാധിക്കുന്നത്. അതും ജോയിൻ്റ് അക്കൗണ്ടാണ്. ഇവിടെ ഈ വ്യവസ്ഥകളൊക്കെ പൂർണ്ണമായി ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രിയോട് ചോദിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട് വെച്ച് കൊടുക്കുന്നതിനോടൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കണം, അതിനും രണ്ടഭിപ്രായമില്ല. പക്ഷേ ഇവിടെ വരുന്ന സംവിധാനം എന്ന് പറയുന്നത് ഇത് സാമ്പത്തികമാണ്.
ഈ സാമ്പത്തിക സംവിധാനത്തിൽ ഒരു യൂണിടാക് എന്ന് പറയുന്ന യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു സ്ഥാപനത്തിന് എങ്ങനെയാണ് ഈ പണം എത്തിച്ചുവെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന് കൈയൊഴിയാൻ കഴിയുന്നത്? ഓക്കെ, ഡോക്ടർ ഐസക്, ഈ ശിവൻകുട്ടിയുടെ ചോദ്യത്തിലുള്ള മറുപടി സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് കൊടുക്കേണ്ടത്, അതോ നിർമ്മല സീതാരാമനാണ് കൊടുക്കേണ്ടത്? എനിക്ക് സംശയം. അത് അങ്ങനെ ഒരു ചോദ്യം വേണ്ട. ഞാൻ പറയുന്നത്, ഒരു നിയമവും അനുശാസിക്കുന്നില്ല ഇനി റെഡ് ക്രോസിൻ്റെയോ റെഡ് ക്രസൻ്റെയോ ഒരു രാജ്യത്തെ സ്ഥാപനത്തിന് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവർ വഴിയേ പാടുള്ളൂ എന്നൊരു നിയമവും ഞാൻ അറിഞ്ഞിട്ടില്ല. ശിവൻകുട്ടി ഉണ്ടെങ്കിൽ തന്നാൽ ഞാനത് പഠിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഇല്ല. വ്യവസ്ഥാപിതമായ ഡെഡിക്കേറ്റഡ് അക്കൗണ്ട് വഴി കൗൺസിലേറ്റിൽ എത്തിക്കുന്നു. കൗൺസിലേറ്റ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തെ കണ്ടെത്തുന്നു. കേരള സർക്കാരിന് എന്ത് കാര്യം ഇതിൽ? ആ യൂണിടാക് എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ പ്രാപ്തിയാണോ ഉള്ളതാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. അവർ ചെയ്തിരിക്കുന്നു. ഇവിടെ ശിവകുട്ടിയുടെ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഒരുപക്ഷെ ഡോക്ടർ ഐസക് ഇടയ്ക്കിടയ്ക്ക് ഊന്നിക്കൊണ്ടിരുന്നൊരു സാധനം ഈ MOUയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഷുക്കൂർ ഭായ്, ഞാനിത് കാണിച്ചിട്ട് താങ്കളിലേക്ക് വരും. തീർച്ചയായിട്ടും താങ്കൾ വിടില്ല, ജേക്കബ് ജോർജിലേക്കും വരേണ്ട സമയമായി. അതായത് ഈ MOUയിൽ ഒരു കൃത്യമായൊരു ഭാഗം പറയുന്നുണ്ട്, നോക്കുക. അതായത് ഈ MOUയിൽ പറയുന്നൊരു കാര്യമുണ്ട്, അതാണ് ഡോക്ടർ ഐസക്. Each party of this memorandum of understanding shall keep its independency and freedom to contract with a third party. Besides, each party shall not be responsible for the other party's actions and behaviors. അതായത് ഈ MOU നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കക്ഷി അവരുടേതായ തീരുമാനങ്ങൾ എടുത്താൽ അത് അവരുടെ തീരുമാനമാണ്. അതിൽ മറുകക്ഷി അതിൽ ഉത്തരവാദിയായിരിക്കില്ല. ഇതാണ് MOUയിൽ കൃത്യമായിട്ട് ഇതിനെ ഒന്ന് പരിഭാഷപ്പെടുത്താം. ഇനിയിപ്പോൾ ഞാൻ ഇംഗ്ലീഷ് വായിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകണ്ട, മലയാളം കമ്മ്യൂണിക്കേഷൻസിൽ ഇരുന്നിട്ട്. അതുകൊണ്ട് മൂന്നാമതൊരു കക്ഷിയുമായി ബന്ധപ്പെടാനും കരാറിൽ ഏർപ്പെടാനുമുള്ള സ്വാതന്ത്ര്യം കരാറിലെ ഇരു കക്ഷികൾക്കും ഉണ്ടാകും. ഉദ്ദേശിക്കുന്നത് കോൺട്രാക്ടറെയോ ബിൽഡറെയോ എടുക്കാൻ. അത്തരത്തിലൊരു കക്ഷി സ്വീകരിക്കുന്ന നടപടികൾക്കും ചെയ്തികൾക്കും മറുകക്ഷികൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അതായത് കോൺട്രാക്ടറിൽ നിന്ന് കൈക്കൂലി ആരെങ്കിലും മേടിച്ചാൽ, അതായത് കോൺസുലേറ്റിൽ ആരെങ്കിലും മേടിച്ചാൽ അതിൽ മറുകക്ഷിക്ക് ഉത്തരവാദിത്വം ഉണ്ടാക്കില്ല. ഡോക്ടർ തോമസ് ഐസക് ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഞാൻ കുറച്ചും കൂടി രേഖ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്. ഷുക്കൂർ ഭായ്, ഇനിയും മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ടത് ഷുക്കൂറിന്? അല്ല, ഞാനിവിടെ ചോദിച്ച ചില കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതായത് ഈ ധാരണായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമായി ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോകാൻ കഴിയും? യൂണിടാക്കിനെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ അവരെ ഇത്തരത്തിൽ പല കാര്യത്തിലും പ്രാവീണ്യമില്ലാത്ത ഒരു കമ്പനിയെ ഞാൻ ഒന്നും കൂടെ ചോദിച്ചുകൊള്ളട്ടെ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ഒരു കാഷ്വാലിറ്റി സംഭവിച്ചു എന്ന് ഈ നിർമ്മാണ ഘട്ടത്തിൽ എന്ന് വെക്കുക, എന്തായിരിക്കും നമ്മുടെ നടപടി? അതിന്മേൽ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരിക്കും സർക്കാരിന്റെ ഒരു നടപടി? എന്താണ് അതിനൊരു റെമഡി നമുക്കെടുക്കാൻ കഴിയുക? സംഭവിക്കാതിരിക്കട്ടെ, കാരണം എന്റെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള വീടാണ്, വീട് പൂർത്തിയാക്കി കൊടുക്കണം. പക്ഷേ ഇത് സുതാര്യതയില്ലാത്ത നിയമവിരുദ്ധമായ നടപടിക്രമങ്ങൾ ലംഘിച്ച, നിയമവകുപ്പ് കാണാത്ത മന്ത്രിസഭാ യോഗത്തിൽ പോയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അത് വേറെ കാര്യം. മാത്രവുമല്ല, ഇതിന്റെ പിന്നിൽ വിവാദപ്പെട്ട ഒരു വലിയ കേസ് നിൽക്കുന്നു, കള്ളക്കടത്ത്. അതിലെ വിവാദ നായിക, ഇതിലെ പ്രധാനപ്പെട്ട പ്രതി ആ സ്വപ്ന സുരേഷിന്റെ ലോക്കർ തുറന്നപ്പോഴാണ് ഇതിന്റെയൊക്കെ വസ്തുത പുറത്തോട്ട് വരുന്നത്. 1 കോടി രൂപ എനിക്ക് കമ്മീഷൻ കിട്ടിയതാണ് എന്ന് പറയുന്ന സ്ഥിതി. അതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ ആര് കമ്മീഷൻ കൊടുത്തു? അത് UAEയിലെ റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനം. ഇതല്ലേ, ഇതൊക്കെ ഗൗരവമാണ്. ആരാണ് പ്രതിക്കൂട്ടിൽ? രണ്ടുപേർ കൂടിയുണ്ട്. ഒന്ന് ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ സ്വന്തമാൾ, തനി സ്വരൂപം, തന്റെ പ്രതിരൂപം, തന്റെ വിശ്വസ്തൻ, തന്റെ പ്രൈവറ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി, അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടാസിന്റെ ഭാഷയിലെ പ്രൈവറ്റ് സെക്രട്ടറി. അപ്പോ ഈ അദ്ദേഹം മാത്രമല്ല
മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു ലോക്കറിന്റെ ഉടമ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അത് ജേക്കബ് ജോർജിന്റെ സുഹൃത്താണ് വേണുഗോപാൽ. ഒന്നുകൂടെ പറയട്ടെ. ഇന്ന് പറഞ്ഞിരിക്കുന്നു ആഭരണങ്ങളെല്ലാം പുതിയതാണ്, പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള കല്യാണാഭരണങ്ങളല്ല. വ്യക്തമായി. ഇനി ഞാനൊരു കാര്യം ചെയ്യാം. ഒരു ഷുക്കൂർ പറഞ്ഞ വളരെ പ്രസക്തമാണ്. നല്ല രാഷ്ട്രീയ കനമുള്ള നല്ല എന്താ പറയുക നല്ല വാചകങ്ങളാണ് അല്ലെ ജേക്കബ് ജോർജ്? അല്ലെ? ഷുക്കൂറിനെ കോൺഗ്രസ് ഏൽപ്പിച്ച ഒരു ദൗത്യം കൃത്യമായിട്ട് നിറവേറ്റിയില്ല. അല്ല, അതാണ് രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത്. രാഷ്ട്രീയക്കാരൻ ചെയ്ത് ഞാൻ അതിനകത്ത് കുറ്റം പറയാം. കാരണം ഷുക്കൂറിനെ അഭിനന്ദിക്കണം. അതെ, തെരഞ്ഞെടുപ്പിന് ഇനി ഇത്ര മാസങ്ങളേ ഉള്ളൂ. പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഒരു വജ്രായുധം കിട്ടിയിരിക്കുന്നു. അത് സമർത്ഥമായി ഇപ്പോൾ കൈരളി TV-യിലെ ഷുക്കൂർ വന്നിരുന്ന് വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നു. പറയുന്ന വാക്കുകളിനകത്ത് തീയും പുകയും ഒക്കെ ഉണ്ട്, യാതൊരു സംശയമില്ല. വിശ്വസ്തൻ, പ്രതീകം. പക്ഷേ ഇന്നലത്തെ ടെലിവിഷൻ ചർച്ചകൾ കണ്ടപ്പോഴും എനിക്കിതേ അഭിപ്രായം തോന്നി, സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക്. പക്ഷെ ഇന്ന് ഞാനിത് കാണിച്ചു. ഇന്ന് രാവിലെ ശരത്ത് എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഫോണിൽ കൂടെ പറയുമ്പോൾ ഈ TV കാര്യങ്ങളൊക്കെ കേൾക്കാം. പക്ഷെ അപ്പോഴാണ് എനിക്ക് സംശയം തോന്നി. ഞാൻ പിന്നെ കുറേ പത്രക്കാരോടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ചയ്ക്ക് തിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സുതാര്യതയുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഗവൺമെൻറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് സ്വപ്നയെപ്പോലെ ഒരു സ്ത്രീക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിഞ്ഞു? ഷുക്കൂർ ചോദിച്ച ചോദ്യം, ആ സ്വപ്നയുടെ ബന്ധം സാക്ഷാൽ ശിവശങ്കറിലേക്ക് നീളുന്നുണ്ട്. അല്ല, വ്യക്തമായി. പക്ഷേ ജേക്കബ്, അന്ന് സ്വപ്ന കോൺസുലേറ്റിന്റെ ഭാഗമാണ്. അതെ, കോൺസുലേറ്റിന്റെ ഭാഗമാണ്. മാത്രം MOയിൽ കൃത്യമായി പറയുന്നുണ്ട്, അതെ, ഇതര കക്ഷികളുടെ ചെയ്തികൾക്ക് മറുകക്ഷി ഉത്തരവാദിയാകില്ല എന്ന്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു ചോദ്യം കൂടെ ഉണ്ട്, അതും കൂടെ പറയാം. അത് എൻ്റെ ഇത് കൺവിൻസിംഗ് ആണോ? ഇത് തീർച്ചയായിട്ടും ബ്രിട്ടാസും ഒരു എഡിറ്ററാണ്, പത്രാധിപരാണ് എങ്കിൽ പോലും ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ബ്രിട്ടാസിനെ അഭിനന്ദിക്കാൻ എനിക്ക് സന്മനസ്സുണ്ട്, സന്തോഷവുമുണ്ട്. അത് യാതൊരു സംശയമില്ല. കാരണം ഇതൊക്കെ എക്സ്ക്ലൂസീവായിട്ട് കിട്ടുക ബ്രിട്ടാസ് അനുകൂലിക്കുന്ന ഗവൺമെൻറ്റാണ് ഇരിക്കുന്നതെങ്കിലും തന്നെയല്ല, ഞാൻ നോക്കിയാലും ഏത് പേപ്പറും ഇപ്പോഴും കിട്ടും, പണ്ടും കിട്ടുമായിരുന്നു. അങ്ങനെ ഒത്തിരി മോഷ്ടിച്ചിട്ടുമുണ്ട്, സംഘടിപ്പിച്ചിട്ടുണ്ട്, പത്രത്തിലും എൻ്റെ മാസികയിലും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ബൈലിനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രധാന പ്രശ്നം, ഒരു കോൺസുലേറ്റാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം. കോൺസുലേറ്റ് UAE, ഇന്ത്യയുമായിട്ട്, പ്രത്യേകിച്ച് കേരളവുമായിട്ട്, മലയാളികളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി സ്ഥാപനമാണ് കോൺസുലേറ്റ് എന്ന് പറയുന്നത്. ആ കോൺസുലേറ്റിനെ ഇങ്ങനെ ചർച്ച ചെയ്തും പോട്ടെ, അത് നമ്മൾ രാഷ്ട്രീയമായിട്ട് അതിലേക്ക് വലിച്ചഴിച്ചും ചർച്ച ചെയ്തും അതിനെ മലീമലസമാക്കാമോ, ആ രാജ്യവുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെ കളങ്കപ്പെടുത്താനാവുമോ എന്നൊരു വലിയ ചോദ്യം. നല്ല ചോദ്യമാണ്. രണ്ടാം ഒരു കാര്യം കൂടിയുണ്ട്, ഒരു പോലീസ് അന്വേഷണം ഇതേക്കുറിച്ച് വന്നാൽ കേരള പോലീസ് അന്വേഷിച്ചത്, കാരണം കേരളത്തിൽ നടന്ന ഒരു വെട്ടിപ്പാണിത്, ഒരു തട്ടിപ്പാണിത്. ഈ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിച്ചാൽ അതിൻ്റെ അകത്ത് ആരൊക്കെ പ്രതികളാവും, ഇതിനകത്ത് പ്രധാനപ്പെട്ട ആരൊക്കെ ആയിരിക്കും കാശ് മേടിച്ചിട്ടുണ്ടാവുക, ആരൊക്കെ ആയിരിക്കും കാശ് കൊടുത്തിട്ടുണ്ടാവുക, അതേക്കുറിച്ചൊക്കെ അന്വേഷണം നടത്താൻ അധികാരമുണ്ടോ, അങ്ങനെ ഉണ്ടായാൽ ആരൊക്കെയാവും പ്രതികൾ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ജേക്കബ്, ശിവൻകുട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വളരെ വിലപ്പെട്ട ഒരു വിവരം ഇവിടെ പ്രേക്ഷകർക്ക് നൽകുകയാണ്. അതായത് ഈ പറയുന്ന റെഡ് ക്രസൻറ്റിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ, അതിൽ എനിക്ക് കിട്ടിയ വിവരം, എന്ന് പറഞ്ഞാൽ NIA-ക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, എങ്ങനെയാണ് ഈ പണം കൈമാറിയത്, എത്ര പണം കൈമാറി, എവിടെ വെച്ച് കൈമാറി, ആർക്ക് കിട്ടി, ഏത് രീതിയിൽ കിട്ടി, ഇത് ഇനി നാളെ വേറെങ്കിലും എക്സ്ക്ലൂസീവായിട്ട് അടിച്ചോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ കൃത്യമായിട്ട് ഷുക്കൂറിനും ശ്രീ ശിവൻകുട്ടിക്കും അതുപോലെ ഡോക്ടർ ഐസക്കിനും ജേക്കബ് ജോർജിനും നിങ്ങളുടെ 4 പേരുടെ മുമ്പിൽ വെച്ച് ഞാനിത് കൃത്യമായി പറയാം. കൃത്യമായി പറയാം. അതാ എങ്ങനെയാണ് ഈ പണം പോയത്, എത്രയാണ് പോയത്. വടക്കാഞ്ചേരി ഭവന പദ്ധതി നിർമ്മാണത്തിന് യൂണിടാക് നൽകിയ കമ്മീഷൻ 4,20,00,000 രൂപ. ഇത് നമ്മൾ വിചാരിക്കും ഒരു ഭവന പദ്ധതിക്ക് വേണ്ടി മാത്രമാണെന്ന്. അല്ല, അവിടെയാണ് ക്യാച്ച്. എങ്ങനെ കൊടുത്തു നോക്ക്. 75 ലക്ഷം രൂപ സന്ദീപ് നായരുടെ അക്കൗണ്ടിലേക്ക്. സന്ദീപ് നായർ ആരാന്നൊക്കെയുള്ളൊരു ചർച്ച ശിവൻകുട്ടി നമ്മൾ പണ്ട് നടത്തിയതാണ്, മറക്കരുത്. ഇത് അക്കൗണ്ടിലേക്ക് കൊടുത്ത പൈസയാണ്. തെളിവ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും NIA-യും ശേഖരിച്ച തെളിവാണ് ഞാൻ നൽകുന്നത്. 70 ലക്ഷം രൂപ. അടുത്തത് എവിടെയാണ്, ആരാണ് കൈപ്പറ്റിയത്?
കൈപ്പറ്റിയത് കോൺസുലേറ്റിലെ ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദ്. ഇനി ഖാലിദ് വന്നത് കോൺസുലേറ്റിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ, അതായത് സി ഡി എന്ന് ഉദ്ദേശിക്കുന്നത് അറിയാലോ, പിന്നെ ഡിപ്ലോമാറ്റിക് വാഹനങ്ങൾക്ക് കൊടുത്ത നമ്പർ പ്ലേറ്റ് ആണ് സി ഡി. അതിൽ ഖാലിദ് എന്നുള്ള ഒരാൾ. ഇനി നടന്നത് എവിടെയാണ്? ജേക്കബ് ജോർജിന് നന്നായിട്ട് അറിയാവുന്ന, ഡോക്ടർ തോമസ് ഐസക്കിന് മൻമോഹൻ ബംഗ്ലാവിൽ നിന്ന് എത്തി നോക്കിയാൽ അറിയാവുന്ന, അങ്ങനെയായിരിക്കും ഞാൻ ശിവൻകുട്ടിയും ഷുക്കൂറും പറയാൻ പോകുന്നത്. കവടിയാറിലെ കഫേ കോഫി ഡേക്ക് സമീപം വെച്ചാണ് ഈ തുക സി ഡി വണ്ടിയിൽ വന്ന, അതായത് ഡിപ്ലോമാറ്റിക് വണ്ടിയിൽ വന്ന ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദ് വന്ന് ഈ വണ്ടി മേടിച്ചുകൊണ്ട് പോയത്, ഈ പണം മേടിച്ചുകൊണ്ട് വന്നത്. ഇനി സമയം കൂടി പറയാം. ഇനി ജേക്കബ് ജോർജ് എന്നുള്ള മാധ്യമ പ്രവർത്തകരെ ഇനി എന്തുകൊണ്ടാണ് ഇത്രയും പൈസ കൊടുത്തത്? നിർദ്ദിഷ്ട തിരുവനന്തപുരത്ത് UAE പണിയാൻ പോകുന്ന നിർദ്ദിഷ്ട കോൺസുലേറ്റ് നിർമ്മാണ കരാർ നൽകാമെന്ന പേരിൽ കൂടിയാണ് ഇത്രയും വലിയ തുക കമ്മീഷൻ നൽകിയത് എന്ന് NIA-യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൃത്യമായ വിവരങ്ങളുടെയും തെളിവുകളുടെ അടിസ്ഥാനപ്പെടുത്തി കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഡേറ്റ് ഞാൻ കൃത്യമായി പറഞ്ഞു, ഒന്നും കൂടി പറഞ്ഞോളൂ. അതായത് ഇനി ഡേറ്റ് അല്ല, സമയം. അതായത് 2/8/2019 എന്ന് പറയുന്ന തീയതി ഡോക്ടർ ഐസക് വളരെ പ്രധാനപ്പെട്ട തീയതിയാണ്. സമയം ഞാൻ പറയാം. വൈകുന്നേരം 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് ഈ ട്രാൻസാക്ഷൻ നടന്നത്. കോൺസുലേറ്റിൽ നിന്ന് വന്ന വാഹനത്തിൽ ഡിക്കിയിൽ ഈ പണം വെച്ച് ആ വണ്ടി തിരിച്ച് കോൺസുലേറ്റിലേക്ക് തന്നെ പോയി. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ദിവസമാണ് ശ്രീറാം വെങ്കട്ടരാമൻ എന്നുള്ള IAS ഉദ്യോഗസ്ഥൻ ബഷീർ എന്നുള്ള മാധ്യമ പ്രവർത്തകരെ വണ്ടി ഇടിച്ച് കൊല്ലുന്നത്. ആ ദിവസമാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ജേക്കബ് ജോർജ്, ഞാൻ താങ്കളിലേക്ക് വിട്ടു. സമ്മതിച്ച് ബ്രിട്ടാസിനെയാണോ ഇതിൻ്റെ ഗ്രൗണ്ട് വർക്ക് നടത്തിയേ? അതോ ഈ വിവരത്തെ നിങ്ങൾക്ക് കോൺട്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. കൃത്യമായ വിവരമാണ്. ഇനി ഒരു കൺഫ്യൂഷനകത്ത് വേണ്ട. ഇല്ല കൺഫ്യൂഷൻ ഇല്ല. കാരണം ഒരു ഞാൻ ഡേറ്റും പറഞ്ഞു, സമയവും പറഞ്ഞു, വണ്ടിയും പറഞ്ഞു, വന്ന ആളുടെ പേരും പറഞ്ഞു. ബ്രിട്ടാസിനെ പോലെ ഇത്രയും ഒരു ചാനൽ ഇത് കൃത്യമായിട്ട് താങ്കൾ പറ, അല്ലാതെ പുകമറയല്ല, ഏതെങ്കിലും MOUയുടെ കാലോ ഇത് കൊടുത്തിട്ടുള്ള പരിപാടിയല്ല ഇത്. ഈ നോട്ട് കെട്ടുകളെ 3.5 കോടി രൂപയുടെ നോട്ട് കെട്ടുകളും ചെക്ക് കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് കൊടുത്തതാരാ? യൂണിടെക്കിന്റെ പ്രൊമോട്ടേഴ്സാണ് കൊടുത്തത്. അത് ഇവിടെ ദുബായിക്ക്, ഞാൻ പറയട്ടെ, ദുബായ് പോലെയുള്ള UAE പോലെയുള്ള ഒരു വലിയ സാമ്പത്തികമായിട്ട് മുൻനിരയിൽ നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ കെട്ടിടം പണിയുന്നതിന് കൈക്കൂലി കൊടുക്കണോ? കോൺട്രാക്ടറല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഇത് ലൈഫ് മിഷന്റെ ഭവന പദ്ധതിയുമായി മാത്രമല്ല ഇദ്ദേഹം ഇത്രയും ഭീമമായ സംഖ്യ കൊടുത്തത്. കോൺസുലേറ്റിന് ഇവിടെ കേരള ഗവൺമെൻറ് സ്ഥലം അനുവദിക്കാൻ പോകുന്നു. അവിടെ നിർമ്മാണം വരും. ആ നിർമ്മാണ കരാർ കൂടി കൊടുക്കും. ആ ഒരു വാക്കിലാണ് ഇത്രയും തുക 75 ലക്ഷം രൂപ. ഡോക്ടർ ഐസക്, ഞാൻ താങ്കളിലേക്ക് വരാം. 75 ലക്ഷം രൂപ ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് സന്ധി നായർ കൊടുത്തത്. ബാക്കി തുക ക്യാഷും ഇന്ത്യൻ രൂപയും ഡോളറുമായിട്ടാണ് കൊടുത്തത്. വാങ്ങിക്കൊണ്ടുപോയത് കോൺസുലേറ്റിൻ്റെ വാഹനത്തിൽ. വാങ്ങാൻ വന്നത് ഖാലിദ് എന്നുള്ള ഈജിപ്ഷ്യൻ പൗരൻ. നടന്നത് കവടിയാറിലെ കഫേ കോഫി ഡേയുടെ പരിസരത്ത് വെച്ച്. സമയം 7 മണിക്കും 8 മണിക്കിടയിൽ. ഡേറ്റ് August 2, 2019. ആ ഡേറ്റിനൊരു പ്രാധാന്യമുണ്ട്. ശ്രീറാം വെങ്കട്ടരാമൻ്റെ അപകടം താങ്കളിലേക്ക് വന്നിരിക്കുന്നു. ഡോക്ടർ ഐസക്. ബ്രിട്ടാസ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഇതാണ് നടന്നത് എന്ന് എനിക്ക് NIA സോഴ്സൊന്നുമല്ല, എനിക്കതൊന്നും അറിയത്തില്ല. പക്ഷേ നിയമ സർക്കിളുകളിൽ പലരും, ചില വക്കീലന്മാരിലൊക്കെ ചിലരെങ്കിലും പറഞ്ഞറിയാം. ഞാൻ കേട്ടിടത്തോളം ഒരു വാക്ക് പോലും ബ്രിട്ടാസ് പറഞ്ഞതിൽ എന്താ സംഭവിച്ചത് എന്നുള്ളതിൽ മാറ്റേണ്ടതില്ല. യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് ആദ്യം ഇത്രയും വലിയ തുക എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒരു സമുച്ചയം പണിയുന്നതിന് വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത്? കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റാണ്? സാധാരണ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ പെർസെൻ്റൊന്നും വരത്തില്ല, അതിനൊക്കെ വലിയ തുക. അപ്പോഴാണ്
ഇങ്ങനെ കോൺസുലേറ്റിന് ഭൂമി പണിയുന്നതിന് വേണ്ടിയിട്ട് അല്ല അവരുടെ കോൺസുലേറ്റ് പുതുതായിട്ട് പണിയുന്നതിന് വേണ്ടി വാടകത്തിലാണ്. അത് കേരള സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ട്, അതിന് പണിയാൻ പോകുന്നു. ഇതും ഇവർക്ക് കൊടുക്കാം എന്നുള്ള വാഗ്ദാനം വെച്ചിട്ടാണ് ഇത്ര വലിയ കമ്മീഷൻ മേടിച്ചത് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കമ്മീഷൻ കൊടുത്തവർ ആര്? അഴിമതി നടത്തിയിട്ടുണ്ട്. കമ്മീഷൻ മേടിച്ചവരാര്? അഴിമതി നടത്തിയിട്ടുണ്ട്. ഇനി വേറെ ആരെങ്കിലും കുറിച്ച് അന്വേഷിക്കാനുണ്ടോ? കേരള സർക്കാർ ഇതൊക്കെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് അന്വേഷണങ്ങൾ കേരള സർക്കാർ നടത്തും. പക്ഷേ ഇപ്പോൾ ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലൊന്നും കയറാൻ കേരള സർക്കാരിന് താല്പര്യമില്ല. അവർ കേരള സർക്കാർ നിശ്ചയമായിട്ടും പറയുമല്ലോ എന്താണെന്നുള്ളത്. ഇപ്പോൾ മാധ്യമങ്ങളിൽ പറയുന്ന കാര്യങ്ങളല്ലേ കേരള സർക്കാർ അറിയിക്കട്ടെ എന്ന്. അറിയിച്ചു കഴിഞ്ഞാൽ എന്ത് നടപടിയാണോ കേരള സർക്കാർ എടുക്കേണ്ടത് കേരള സർക്കാർ എടുത്തിരിക്കും. ഇതിൽ കേരള സർക്കാരിന് മറച്ചു വെക്കാനൊന്നുമില്ലെന്ന്. ഇവിടെ കൃത്യമായിട്ട് വാദിച്ച് നമ്മൾ വിശകലനം ചെയ്ത് ഓരോ സ്റ്റെപ്പായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. MOU വെച്ചു. അവരുടെ താല്പര്യമെന്ത്? ഞങ്ങൾ കെട്ടിടം പണിത് തരാം, സന്തോഷം. പക്ഷേ കേരള സർക്കാർ MOUയിൽ നമുക്ക് അന്യോന്യം റെസ്പോൺസിബിലിറ്റി ഇക്കാര്യത്തിലില്ല. നിങ്ങൾ കെട്ടിടം പണിതുതരുന്നു, ഞങ്ങൾ എടുക്കുന്നു. അതിൽ യൂണിടെക്കിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആരാണ് നിശ്ചയിച്ചത്? ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ള ഒരുപാട് ദുരൂഹതകളില്ല. നേരിട്ട് ഇനി കോൺസുലേറ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിൽ കോൺസുലേറ്റിനോട് തന്നെ ചോദിച്ചോളൂ. ഇവിടെയുള്ളവരെല്ലാവരും അങ്ങ് UAEയിലേക്ക് വിടല്ലേ, അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരെ വിടാം. അപ്പോൾ അതുവഴിയാണ് നമ്മുടെ തിട്ടം. അങ്ങനെ കൊടുത്ത കോൺട്രാക്ടർ എന്തിന് ഇത്രയും കമ്മീഷൻ ഈ പണിയൊക്കെ തീരാവുന്ന ഘട്ടത്തിൽ നൽകുന്നു? തുടക്കത്തിലല്ലേ വേണ്ടത്, ഇപ്പം നൽകുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വലിയൊരു കോൺട്രാക്റ്റ് കൂടി വരുന്നുണ്ട്. കൃത്യം ശിവൻകുട്ടി വളരെ വ്യക്തം. അതായത് ശിവൻകുട്ടിക്ക് അറിയാൻ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കടുകുമണിയുടെ പോലും കളവ് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ശിവൻകുട്ടിയുടെ നിയന്ത്രണത്തിലുള്ള NIAയുടെയും EDയുടെ അടുത്ത് ഈ വിവരങ്ങളെല്ലാം ഉണ്ട്. ഇനി ഒരു പടി കൂടി ഞാൻ മുമ്പോട്ട് പോട്ടെ. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലും ഈ വണ്ടി വന്ന് പോകുന്നതിൻ്റെ അന്വേഷണ ഏജൻസികളുടെ പക്കലുണ്ട്. ഇവിടെ സ്വപ്ന പിക്ചറിലില്ല. അതാണ് ഏറ്റവും രസകരമായ സംഭവം. ഇവിടെ പിക്ചറിലുള്ളത് ഈ പറഞ്ഞ CD വണ്ടിയാണ്, കോൺസെർട്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഒരു കടങ്കഥ വരും. ഈ സ്വപ്നയ്ക്ക് 1 കോടി കിട്ടിയെന്താണ്? ഈ കൊണ്ടുപോയ 3.5 കോടിയിൽ നിന്ന് 1 കോടി കിട്ടിയിട്ടുണ്ടാകാം. ഏക്കപ്പേ നമ്മളവിടെ പൂരിപ്പിക്കണം. നിങ്ങളുടെ അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതുപോലെ NIAയും കണ്ടെത്തിയ കാര്യങ്ങളാണ് ശിവൻകുട്ടി ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ ഇനി എവിടെയാണ് സംസ്ഥാന ഗവൺമെൻറ്, എവിടെയാണ് ഡോക്ടർ തോമസ് ഐസക്ക്, എവിടെയാണ് കേരള പോലീസ്? നിങ്ങൾ കേരള പോലീസ് വേണോ ഇനി? ഈ സ്റ്റോറി ഞാൻ വളരെ ഭംഗിയായി ഞാൻ കേട്ടു. ഞാൻ ഈ സ്റ്റോറി എന്ന് ഉദ്ദേശിക്കുന്ന പത്രഭാഷയാണോ അതെയോ സാധാരണ ആൾക്കാരുടെ ഭാഷ? പത്രഭാഷ സ്റ്റോറി എന്ന് പറഞ്ഞ വാർത്തയാണ്. അല്ല, ഞാൻ ഈ കഥ ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഇപ്പോൾ കഥയല്ല ഈ വിവരം ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. സമ്മതിച്ചു, ഈ വിവരം ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഈ വിവരത്തെ സംബന്ധിച്ച് ഈ വിവരം അവിശ്വസിക്കുകയാണോ വിശ്വസിക്കുകയാണോ? ഇത് അവിശ്വസിക്കാനും വിശ്വസിക്കാനല്ല. ഈ വിവരം സംബന്ധിച്ച് ഇപ്പോഴാണ് നമുക്ക് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് നേരിട്ട് കേൾക്കുന്നത്. ഞാൻ ഇതുവരെ കേട്ടത് ലോക്കറിൽ സ്വപ്ന സൂക്ഷിച്ചിരിക്കുന്ന പണം യൂണിടാക്ക് നൽകിയ കമ്മീഷൻ തുകയാണ്. ഇഡി വാദിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ശിവൻകുട്ടി ഞാൻ നൽകിയ വിവരവും ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എന്താ കാരണം? 3.5 കോടി രൂപ ക്യാഷും ഡോളറുമായി കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിക്കൊണ്ട് പോയത് ഖാലിദാണ്. ഖാലിദ് വാങ്ങിക്കൊണ്ട് പോയ 3.5 കോടിയിൽ ഡോളർ കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ രൂപ സ്വപ്നയുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടാകാം. ഒരു കോൺഫ്ലിക്റ്റുമില്ല. മാത്രമല്ല ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയുന്നു, ശിവൻകുട്ടിയെ പോലുള്ള ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIA ആയിട്ട് ഹോട്ട്ലൈൻ കണക്ഷനുള്ള ശിവൻകുട്ടിയുടെ മുമ്പിൽ അങ്ങനെയൊക്കെയാണല്ലോ BJP നേതാക്കൾ രാവും പകലോട് പ്രസംഗിക്കുന്നത് അല്ലേ? പിന്നെ ഞങ്ങളുടെ NIA വന്നാൽ
ഇതാ ഡോക്ടർ ഐസക്കിന്റെ കാര്യം പോക്കാണ് എന്നൊക്കെയല്ലേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഞങ്ങൾ അങ്ങനെ ഒന്നും സംസാരിക്കുന്നവരല്ല. BJPയുടെ ഭാഗം വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ ഇതിനകത്ത് നിന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ കാര്യത്തെ കുറിച്ച് പറ. ഇവിടെ കേരള പോലീസ് അന്വേഷിക്കണോ? അല്ല, കേരള പോലീസ് അന്വേഷിക്കില്ലെന്നാണല്ലോ മന്ത്രി അടക്കം ഞാൻ ചോദിക്കുന്നത്. മന്ത്രി പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് ഒരു റോളും ഇല്ല. ഇതാണ് മന്ത്രി പറയുന്നത്. ഗവൺമെന്റ് പറയുന്നത് അതാണ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് എന്താണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്താണ്? ആദ്യം സംസ്ഥാന പോലീസ് അന്വേഷിക്കണമായിരുന്നു. ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു. ഞങ്ങൾ സ്റ്റാർട്ടിങ് സമയത്ത് പറഞ്ഞു ഞങ്ങൾ ഇതിനകത്ത് വളരെ പ്രധാനം. ഇതിനകത്ത് NIA അന്വേഷിച്ച് കണ്ടെത്തിയത് സ്വപ്ന പറഞ്ഞിട്ടുള്ള മൊഴിയാണ്, ശിവശങ്കരൻ പറഞ്ഞിട്ടുള്ള മൊഴികളാണ്. ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞു, ഞാൻ ശിവശങ്കരൻ പറഞ്ഞിട്ടാണ് ഞാൻ അക്കൗണ്ട് തുടങ്ങിയത്. തർക്കമില്ല. ശിവൻകുട്ടി ഒരു സെക്കൻഡ്. ശിവൻകുട്ടി എന്നെ വളരെ അടുത്ത മിത്രമാണ്. ശിവൻകുട്ടിയുടെ ആ കാര്യമൊക്കെ പറയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും നിഷേധിച്ചിട്ടില്ല. ഞാൻ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് കിട്ടിയ വിലപ്പെട്ട വിവരം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചിട്ട് ഞാൻ പറയുന്നു 1 കോടി രൂപയല്ല എന്ന് ഞാൻ പറയുന്നു. 4,20,00,000 ഞാൻ പറയുന്നു. അപ്പം നിങ്ങളുടെ വാദഗതിയെ കുറച്ചും കൂടി സമർത്ഥിക്കുകയാണ്. 1 കോടിയല്ല, വലിയ തട്ടിപ്പാന്നാ പറയുന്നത്. അല്ല, 4 കോടി. ആ 4,20,00,000 രൂപയിൽ 75 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടന്നത് സന്ദീപ് നായരുടെ അക്കൗണ്ടിലേക്കാണെന്ന് അത് അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാവില്ലേ? ഓക്കെ, ആ സന്ദീപ് നായർ ആരാന്നുള്ള കാര്യം ഡോക്ടർ ഐസക് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് ശിവൻകുട്ടിയുടെ മിത്രമാണെന്ന് പണ്ട് പറഞ്ഞാണ്. ഒരിക്കലും ശിവൻകുട്ടിയുടെ മിത്രമാവൂല. അത് CPM നേതാവ് ഞാൻ പറയണോ? എന്റെ അടുത്ത സുഹൃത്ത് CPM നേതാവിന്റെ അടുത്ത സന്തത സഹചാരിയാണ് സന്ദീപ്. അല്ല, ഇതിനെ കുറിച്ച് പറ. ഈ 4,20,00,000 കൊടുത്ത രീതി, കൊടുത്ത ദിവസം, കൊടുത്ത സമയം, വാങ്ങിയ ആള്, വന്ന വണ്ടി, സ്ഥലം, കഫേ കോഫി ഡേ, കവടിയാറ്, ശ്രീറാം വെങ്കട്ടരാമൻ, വാഹന അപകടം, ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ. ജേക്കബ് ജോർജ്, ഒരു സെക്കൻഡ്. ഒരു മാധ്യമപ്രവർത്തകന് ഇതിന് അപ്പുറത്ത് ഒരു സെക്കൻഡ് മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് പറ. ഇത് തീർച്ചയായിട്ടും എല്ലാ വിവരങ്ങളുമുള്ള ലക്ഷണയുക്തമായ ഒരു റിപ്പോർട്ട് തന്നെയാണ്, സംശയമില്ല. ലക്ഷണയുക്തമായ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് തന്നെയാണ്. ഞാൻ സമ്മതിച്ചിരിക്കുന്നത് ബ്രിട്ടാസായി. എനിക്ക് അസൂയുണ്ട്. ഷുക്കൂറിലേക്ക് പറ. ഷുക്കൂർ ഇവിടെ ഷുക്കൂർ പറ. ഇതാണ് ഷുക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് CBI വേണമെന്ന് ഷുക്കൂർ പറയുന്നത്. ബിട്ടാസിന്റെ ഈ കഥ കേൾക്കുമ്പോഴേ, ഈ വർഷത്തിന് മുമ്പുണ്ട ഒരു കൊലപാതക ദിവസം, ഇത്തരം കാര്യങ്ങൾ, അത് ആ കൊലപാതകം നടന്നതിൻ്റെ പിന്നാലെ ഉണ്ടായ സംഭവങ്ങളും എങ്ങനെ തിരിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട, അതൊക്കെ വേറെ കാര്യം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ദിവസം തന്നെ ഇത്തരം ഒരു കഥ ഉണ്ടായി എന്ന് ബ്രിട്ടാസ് പറയുമ്പോൾ, ഞാനും എന്നെ പോലെ പൊതുപ്രവർത്തകരായ അല്ലെങ്കിൽ സാമാന്യ ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവർ മറ്റൊരു സംശയത്തിലേക്കാണ് പോകുന്നത്. വേറൊന്നുമല്ല, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടുള്ള ബന്ധം മറ്റു പലർക്കുമുണ്ട്. യൂണിടാക്കിനെ പോലുള്ളവർ ഇത്രയും കോടി രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ കൈക്കൂലി കൊടുത്ത് കെട്ടിട നിർമ്മാണത്തിന്റെ കരാറെടുക്കാനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു പച്ചക്കള്ളമാണ്. അതൊരു പണച്ചുവിട്ടിരിക്കുന്ന ചില ഏർപ്പാടുകളാണ്. അതിനപ്പുറം വേറെ ഉണ്ട്. കാരണം 32 തവണ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ സന്ദീപ് നായരും അല്ലെങ്കിൽ സ്വപ്ന സുരേഷും ശരിത്തും അല്ലെങ്കിൽ വിദേശത്തുള്ളവരും, അപ്പൊ ആ ബന്ധത്തിൽ മറ്റു പലരും കൂടിയുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഇത് അന്വേഷണ വിധേയമാകുന്നില്ല എങ്കിൽ, ഈ രൂപത്തിലുള്ള ഒരു അന്വേഷണം കൂടെ നടക്കുന്നില്ല എങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താണ്? കേരളത്തിലാണ് ഇത് നടക്കുന്നത്. സാക്ഷാൽ പിണറായിയുടെ ഭരണത്തിന് മൂക്കിന് താഴെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഷുക്കൂർ വിട്ടുപോയി. അതായത് കവടിയാറിലാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ വീട്. അതുകൂടി പറ. അല്ല ഷുക്കൂർ, അല്ലല്ല, എനിക്കിതിനകത്ത് ഞാൻ ഷുക്കൂറിന് കുറച്ച് വെടിമരുന്ന് ഇട്ട് തരികയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പൊതുഭരണ വകുപ്പ് CCTV ക്യാമറയിൽ ചില എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ ഒരു പുതിയ കഥകൾ വരികയാണ് ഓരോ നാട്ടിലും. അല്ല, എനിക്കിത് ഇതെല്ലാം കൂടെ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. ഇതിന്റെ എല്ലാം എടുക്കണമെങ്കിൽ 68 ലക്ഷം രൂപ സർക്കാർ മുടക്കണം. സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്ന പണം കൊള്ളയടിക്കപ്പെട്ട സന്ദർഭങ്ങൾ പലതും രാജ്യദ്രോഹ കുറ്റം, സാമ്പത്തിക രംഗത്ത് പ്രതിസന്ധി ഉണ്ടാക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം. അതന്വേഷിക്കാൻ CCTV ക്യാമറയുടെ ദൃശ്യങ്ങൾ സെക്രട്ടേറിയറ്റിലെ മുഴുവൻ ക്യാമറയുടെ എടുക്കാൻ പറ്റില്ല. അത് വേണമെങ്കിൽ വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ ചെയ്തുകൊണ്ട് പൊക്കൊള്ളൂ എന്ന് പറയുന്ന സാഹചര്യം, ബ്രിട്ടാസിന്റെ ഈ കഥ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി ഇപ്പോ? ഇതാണ് ഷുക്കൂർ ഭായ്. എനിക്ക് ഷുക്കൂറിനെ ഇഷ്ടമാണെന്നറിയാം, എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് അറിയാം. ഷുക്കൂർ അടിയുറച്ച കോൺഗ്രസ്സുകാരൻ. എന്താ കാരണം അറിയോ? ഇന്ദിരാഭവനിൽ നിന്ന് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് എത്ര പ്രചോദനവും പ്രലോഭനവും പ്രകോപനവും ഉണ്ടെങ്കിലും അതൊരിക്കലും ആണ്ടുവിട മാറ്റില്ല. കൃത്യമായി ഷുക്കൂർ കൃത്യമായ സ്ക്രിപ്റ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കും. പക്ഷെ ഞാൻ ഷുക്കൂറിന് പ്രതീക്ഷിച്ച ഒരു കാര്യം, ഒരു ആരോപണം എന്ന് വെച്ചാൽ, ഈ മൻമോഹൻ ബംഗ്ലാവിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ഓഗസ്റ്റ് 2-ാം തീയതി ഡോക്ടർ ഐസക്ക് ഒന്ന് കഫേ കോഫിയുടെ ഭാഗത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ ഈ വലിയ കൈമാറ്റം തടയാൻ പറ്റില്ലായിരുന്നോ? അതെന്തുകൊണ്ട് ഡോക്ടർ ഐസക്ക് നോക്കിയില്ല? ഇത് ഐസക്കിന്റെ തലയിലേക്ക് വെക്കാനാണോ ബ്രിട്ടാസ് നോക്കുന്നത്? അദ്ദേഹത്തെ വിട്ടേക്ക്. അല്ല ഒരു കാര്യത്തിൽ മനസ്സിലാവുന്നത്, സത്യത്തിൽ ഞാൻ ഈ സ്റ്റോറി കേട്ട് ഇങ്ങനെ അദ്ദേഹം തുടക്കത്തിൽ എന്നോട് പറഞ്ഞല്ലോ ഞെട്ടിയോന്ന് ചോദിച്ചാൽ ഞാൻ ഞെട്ടി. കാരണം അറിയോ, ഈ സ്റ്റോറി ഇങ്ങനെ വരുമ്പോ ഞാനിത് നന്നായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കംപ്ലീറ്റ് പഠിച്ചു നോക്കുമ്പോൾ ഈ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഈ കഥ ഇങ്ങനെ വരുന്നത് എങ്ങനെയാണ്? ഞാൻ ശിവൻകുട്ടിയുടെ കാര്യം പറയട്ടെ. ഈ പത്രങ്ങളിൽ വരുന്ന നുറുങ്ങുകളെല്ലാം വലിയ തലവാചകം പോലെ നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ 10 ദിവസമായിട്ട് കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഞാൻ തരുന്ന ഏതെങ്കിലും വിവരങ്ങൾ തെറ്റാണ് നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ ജേക്കപ്പേ? ഇല്ല. ഓക്കെ, അതുപോലെ തന്നെയുള്ള വിവരമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചത്. രണ്ടാമത്തെ കാര്യം, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ ഞാൻ ഡേറ്റ് സഹിതവും സമയം സഹിതവും വന്ന ആളുടെ പേരും വണ്ടിയും സഹിതവുമാണ് ഞാൻ പറഞ്ഞത്. അല്ല എസക്കെ, ഇതുപോലെയുള്ള ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ഒന്നുകിൽ NIA നിന്ന് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉള്ളത് നമ്മുടെ കൂട്ടത്തിൽ ശിവൻകുട്ടിയാണ്. ഞങ്ങൾ സംയുക്തമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഏകകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് ഈ വിവരം ശരിയാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ അന്വേഷണ ഏജൻസികളുമായി ബന്ധമുള്ള ശിവൻകുട്ടിയെ ഏൽപ്പിക്കുന്നതായി ഈ പ്രമേയത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അല്ല, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ഇങ്ങനെയൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് ഇതിലൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിരി കാണുന്നത് ബഹുമാനായിട്ടുള്ള മന്ത്രിയുടെ കയ്യിലാണ്. അദ്ദേഹം ഇതൊക്കെ പൊട്ടി ചിരിക്കുകയാണ്. ഈ സ്റ്റോറി കേട്ടിട്ട് എങ്ങനെയാണ് ഈ സ്റ്റോറി എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ ഒരിക്കലും ഞാനിപ്പോ എന്ത് വളരെ ഹാർഡ് ഫാക്ട്സ് പറയുമ്പോഴും ഒരു പുഞ്ചിരിയോടെ പറയണമെന്ന് വിശ്വസിക്കുന്നതിനാണ്. ഞാനിത് സത്യസന്ധമായി പറയട്ടെ ശിവൻകുട്ടി, ഈ ഫാക്ട്സ് തെറ്റാണെന്നുണ്ടെങ്കിൽ ശിവൻകുട്ടി പറയുന്ന എല്ലാ കാര്യം ഞാൻ അംഗീകരിക്കും. അല്ല, ഇദ്ദേഹത്തിന്റെ ചർച്ചയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനനായിട്ടുള്ള ഹിന്ദുവിന്റെ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ നമുക്ക് 1.5 മണിക്കൂർ പോയതറിഞ്ഞില്ല. പക്ഷെ അത് നമ്മുടെ നമ്മുടെ അവതാരകന്റെ ചാതുര്യതയും അതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ ചിരിയും എത്ര വലിയ ഗൗരവമേറിയ വിഷയം വരുമ്പോഴും അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ സ്റ്റോറി അതിഭയങ്കരമായി പോയി. കാരണം എന്ന് വെച്ചാൽ ഒരു കോടി രൂപ കമ്മീഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി അംഗീകരിക്കും. 4 കോടി ലക്ഷം രൂപ കമ്മീഷൻ കൊടുത്തവർ അംഗീകരിക്കില്ല. എനിക്ക് മനസ്സിലായില്ല. അത് മാത്രമല്ല, ഞാൻ ഡോക്ടർ ഐസക്കിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ആയുധം ഷുക്കൂറിന്റെ കൈ കൊടുത്തിട്ട് ഷുക്കൂർ അത് ഉപയോഗിച്ചില്ല. അതായത് ഈ കഫേ കോഫി ഡേ എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ ബംഗ്ലാവിന്റെ ഓപ്പോസിറ്റ് ആണ്, ഒന്ന് നോക്കിയേ കാണാന്നുള്ള വിവരം ഞാൻ കൊടുത്തു. അതായത് കഫേ കോഫി ഡേയുടെ മുമ്പിൽ എന്ന് പറയുന്നതും
ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് താമസിക്കുന്ന മൻമോഹൻ ബംഗ്ലാവിന്റെ മുമ്പിൽ എന്ന് പറയുന്ന ഒരുപോലെ ഒരു കാര്യം ഡോക്ടർ ഐസക് പറയൂ താങ്കളോടാണ്. എന്തുകൊണ്ട് ഷുക്കൂർ ഈ ആയുധം ഉപയോഗിച്ചില്ല? ആ റോഡിന്റെ ഏത് വശത്താ വണ്ടി മനസ്സിലായല്ലോ. ഷുക്കൂർ ഒരു മാസത്തിൽ 1-2 പ്രസ്താവനയ്ക്ക് എനിക്കിതായിട്ട് ഇറക്കുമെങ്കിലും ഞങ്ങൾ തമ്മിലൊരു സ്നേഹബന്ധമുണ്ട്. തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, അന്തർധാര. അല്ലെങ്കിൽ ബ്രിട്ടാസ് ഇത്രയും പ്രകോപിപ്പിച്ചിട്ടും എൻ്റെ വീടിന് മുന്നിലാണ് ഇത് കൊടുത്തതെന്ന് അദ്ദേഹം പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഈ വേണമെങ്കിൽ ബ്രിട്ടാസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പോരാ, ഈ ലോക്ക്ഡൌണിന് മുമ്പ് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ നല്ല കാപ്പി കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ കൊണ്ടുപോകാം. കൊണ്ടുപോകില്ലല്ലേ, ഞാൻ ഈ ബ്രിട്ടാസിൻ്റെ അതുകൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പറയുമോ എന്നൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഷുക്കൂർ തള്ളിക്കളഞ്ഞു പൂർണ്ണമായിട്ട്. അവിടെ ശിവൻകുട്ടിക്ക് തള്ളിക്കളഞ്ഞിട്ടില്ല, ഒരു സന്ദേഹങ്ങളേ ഉള്ളൂ. സന്ദേഹമല്ല, എനിക്ക് പക്ഷേ സ്റ്റോറി അതിഭയങ്കരമായിട്ട് ആര് തള്ളിയാലും ആര് സന്ദേഹം പറഞ്ഞാലും സന്ദേഹം പറഞ്ഞാലും ബ്രിട്ടാസെ ഈ പറഞ്ഞതിന്ന് അണുകിട മാറേണ്ട ആവശ്യമില്ല. കറക്റ്റ്. I stand by this position. ഒരു ഇതാണ് നടന്ന സംഭവം. തീർച്ച. അപ്പൊ എന്നെയൊന്നും യഥാർത്ഥത്തില് കണ്ടെത്തിയതാണിത്. ഇല്ലില്ല, ഞാൻ പറയാം. NIA വേണം. എന്തിനു വേണം? ഈ സ്വർണ്ണോയ് ആർക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? കാത്തിരിക്കുകയാണ് അതിൻ്റെ ലിസ്റ്റ് മുഴുവനും പിടിക്കാൻ വേണ്ടിയിട്ട്. ആരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ? ഇനി ഇതിന് പണം മുടക്കുന്നവരാര്? എൻ്റെ ഹവാല കണ്ണികളാര്? ഇതൊക്കെ NIA എല്ലാം കൂടി അന്വേഷിച്ച് കൃത്യമായിട്ട് കണ്ടുപിടിക്കട്ടെ എന്ന്. അപ്പോൾ ശിവൻകുട്ടി, കേരള സർക്കാർ അന്വേഷിക്കില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞു ചിലർ അതിൻ്റെ അപ്പുറത്തുള്ള വേണമെങ്കിൽ അന്വേഷിക്കും. കേരള സർക്കാർ എഴുതി ആരെ വേണമെങ്കിലും കൊണ്ട് അന്വേഷിക്കും. സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ അതിനുണ്ടാവും. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇനി കേരള സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്ത് സമാന്തര അന്വേഷണം നടത്തിയ ആ അന്വേഷണം ഒരു ഘട്ടത്തിലെത്തുമ്പോൾ എന്താണോ കേരള സർക്കാർ എടുക്കേണ്ട നടപടികൾ, പോലീസ് നടപടികൾ, അതെടുത്തിരിക്കുമെന്ന് കേരള സർക്കാരിനെ ഇതിൽ പേടിക്കാനൊന്നുമില്ല. ഇങ്ങനെ കേരള സർക്കാരിലൊരു ഉദ്യോഗസ്ഥൻ, നിങ്ങൾ പറഞ്ഞ പോലെ ഷുക്കൂർ പറഞ്ഞല്ലോ, ഭയങ്കര വിശ്വസ്തനൊക്കെ ആയിട്ടുള്ളത് ഇപ്പം തുടങ്ങിയതാണോ? നിങ്ങൾ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ലേ? എത്ര ഉയർന്ന സ്ഥാനങ്ങൾ കൊടുത്തു? നിങ്ങൾ ഭരിച്ച കാലത്തല്ലേ തന്നെ IAS കൺഫർ ചെയ്ത് കൊടുത്തത് എന്ന് വെച്ചിട്ട് ഞാൻ വല്ല ആരോപണം നിങ്ങൾക്കെതിരായിട്ട് ഉന്നയിക്കുന്നുണ്ടോ? ഇങ്ങനെ ഇവിടെ ഭരണത്തിലുണ്ടായിരുന്ന, മാറി മാറി വന്ന ഭരണത്തിൽ ഉണ്ടായിരുന്ന ഒരു സെക്രട്ടറി വളരെ വഞ്ചനാപരമായ നിലപാട് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല ഘട്ടങ്ങളിലും വരുമ്പോൾ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു തോന്നല്. പക്ഷെ അദ്ദേഹത്തിന് പിന്നിൽ ഇങ്ങനൊരു വശമുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ പുതിയ തിരിച്ചറിവാണ്. എനിക്ക് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും. അപ്പോൾ അതിൻ്റെ പേരിലെ ഈ സർക്കാരിനെ വിലയിരുത്താനും താറടിക്കാനും ഒന്നും ശ്രമിക്കണ്ട. ഈ സർക്കാരിനെ വിലയിരുത്താൻ പോകുന്നത് ഈ IAS ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു നോക്കിയിട്ടല്ല, മറിച്ച് ഒരു 5 ലക്ഷം പേരെ അൺഎയ്ഡ് സ്കൂളിൽ നിന്നേ സർക്കാർ നടത്തുന്ന സ്കൂളാണ് നല്ലതെന്ന് പറഞ്ഞ് വന്നു. ആ വീട്ടുകാരോടെ ഞങ്ങൾ പറയാൻ പോണേ, നിങ്ങൾ ഭരിച്ചിരുന്നപ്പോഴേ 38% പേരാണ് നമ്മുടെ ധർമാശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഈ ലോക്ക്ഡൗണിന് മുമ്പ് 48% NSSൻ്റെ സർവേ. അവരോടെ ഞങ്ങൾ വർത്തമാനം പറയാൻ പോകുന്നത്. ഈ വീട് കിട്ടിയവർക്ക്, എല്ലാ സാർവത്രിക ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയവർക്ക്, എല്ലാ വീട്ടിലും കക്കൂസ് കിട്ടിയവർക്ക്, ദാരിദ്ര്യ രേഖയിൽ ശിവൻകുട്ടി നിങ്ങളുടെ കണക്കാണ്, നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം പണം വെച്ച് നോക്കിയാൽ, വരുമാനം വെച്ച് നോക്കിയാൽ 12% ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്നത്. ഇനി ക്വാളിറ്റി ഓഫ് ലൈഫ്, വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ, ആരോഗ്യ പരിപാലനം ഉണ്ടോ, വീടുണ്ടോ, ഇങ്ങനെ നോക്കിയാൽ 1% ദാരിദ്ര്യ കീഴിൽ. ആ മാറ്റങ്ങൾ കൊണ്ടുവന്നതിൽ 15% ശിശുമരണ നിരക്ക് 7. അപ്പോൾ ഇതാണ് ജനങ്ങളോട് ഞങ്ങൾ പറയാൻ പോണേ. നിങ്ങളങ്ങനെ തകർത്ത് ഇത് തന്നെ പിടിച്ച് നിന്നോളൂ.
ഞങ്ങൾ കോവിഡിനെ പ്രതിരോധിക്കുന്ന എങ്ങനെയെന്ന് നോക്കും. ഞങ്ങൾ ഈ നേട്ടങ്ങൾ ഇപ്പോഴല്ല കേട്ടോ, ഇപ്പോൾ കോവിഡിനെ പ്രതിരോധിക്കൽ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ജനങ്ങളോട് ഈ നേട്ടങ്ങളാകെ പറയൂ. എന്നിട്ട് ജനം തീരുമാനിക്കട്ടെ ഈ ഒരു സെക്രട്ടറിയുടെ കഥ വെച്ച് സ്വപ്നയുടെ കഥ വെച്ചിട്ടാണോ ഈ സർക്കാരിനെ വിലയിരുത്തേണ്ടത്. ഓക്കെ, വ്യക്തമായി. അപ്പോഴത്തേനും വിവരങ്ങൾ ഷുക്കൂർ ഭായി ഈ പറഞ്ഞ ഞാൻ നൽകിയ വിവരങ്ങളെ താങ്കൾ ഒരു സ്റ്റോറി എന്നുള്ള രീതിയിലേക്ക് വിവരിച്ചു. പക്ഷേ എനിക്ക് താങ്കളോടൊരു അഭ്യർത്ഥന, മറ്റ് മാധ്യമങ്ങളിൽ വന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് ഞാൻ സ്ഥിരീകരിച്ചപ്പോൾ അത് ശരിയാണെന്ന് ഇവിടെ വളരെ പ്രധാനപ്പെട്ട എത്രയോ കാലം എന്നെക്കാലൊക്കെ തഴക്കവും പഴക്കമുള്ള നിങ്ങൾക്കൊക്കെ സ്വീകാര്യനായിട്ടുള്ള ജേക്കബ് ജോർജ് എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്, ഉമ്മൻചാണ്ടിയായിട്ട് സവിശേഷ ബന്ധമുള്ള ആളാണ്, അതുകൂടി പറഞ്ഞേക്കാം. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് അംഗീകരിച്ചു. ഞാൻ ഈ പറയുന്നത് സ്റ്റോറിയാക്കി ഇത് വെറും കെട്ടുകഥയാണെന്ന് നിങ്ങളെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അപ്പം നിങ്ങൾക്ക് ശിവശങ്കരൻ മാത്രം മതിയോ? വാർത്തകൾ വേണ്ടേ? വസ്തുതകൾ വേണ്ടേ? സ്വർണ്ണം അയച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? സ്വർണ്ണം ആർക്ക് വേണ്ടി പോയെന്ന് കണ്ടുപിടിക്കണ്ടേ? കൈക്കോഴ ആര് മേടിച്ചുകൊണ്ട് പോയെന്ന് കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾക്ക് ശിവശങ്കരൻ മാത്രം മതിയോ? എൻ്റെ ചോദ്യമാണ്. ഞാൻ അല്പം ഇപ്പോൾ ശിവൻകുട്ടി എന്നോട് പറഞ്ഞ പോലെ ചിരിക്കാതെ ചോദിക്കുന്നു പറഞ്ഞ് ചിരിക്കാതെ ചോദിക്കുകയാണ് ഷുക്കൂറിനോട്. അല്ല ബ്രിട്ടസെ, നമ്മുടെ മുഖ്യമന്ത്രി ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഈ ഗവൺമെൻറ്റിൻ്റെ 4ാം വർഷ പൂർത്തിയായ ഘട്ടത്തിൽ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, അതായത് ഒരു ഗവൺമെൻറ് ഞങ്ങൾ അധികാരത്തിലേറിയത് 5 വർഷത്തേക്കാണ്. ഞങ്ങൾ അധികാരത്തിൻ്റെ 4 വർഷം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ 5 നമ്മളോട് പറഞ്ഞത് പൂർത്തീകരിക്കുക. ഐസക്ക് ഞങ്ങൾ ഒരുപാട് കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇതോട് പറഞ്ഞത്. തോമസ് ഐസക് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി അങ്ങ് അവതരിപ്പിച്ച 3-4 ബഡ്ജറ്റുകളിൽ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് പ്രകൃതിക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള എത്രയോ കാര്യങ്ങളാണ്. ആലപ്പുഴ ജില്ലയിലാണ് കുട്ടനാട് പോലെ ഇപ്പോഴും പ്രളയക്കെടുതിയിൽ നിൽക്കുമ്പോഴും ഉപ്പുവെള്ളം ഇരച്ച് നമ്മുടെ കായലിലൂടെ ആഴം കൂട്ടാത്ത കായലിലൂടെ കരിമണൽ എടുത്തത് മൂലം ഇരച്ച് കയറി പോകുമ്പോഴും, ഇന്നത്തെ വാർത്ത അതാണ്, പോകുമ്പോഴും ആ പാവങ്ങളുടെ മനസ്സിൽ അവർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത് ഗവൺമെന്റ് പറഞ്ഞത് കിട്ടുമെന്ന് പറഞ്ഞ് വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കടന്നു പോകുന്ന ആ പാവങ്ങൾ ഈ സർക്കാരിനെ കുറിച്ച് വിലയിരുത്തുന്നുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ എന്തെല്ലാമാണ് നിങ്ങൾ നടത്തിയത്? നിങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ എല്ലാ പ്രകൃതി സമ്പത്തുകളെയും ചൂഷണം ചെയ്തവരാണ്. അത് വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിയമത്തിന്റെ കരട് കൊണ്ട് അതിനെതിരെ ആക്ഷേപം കൊടുക്കേണ്ട സന്ദർഭത്തിൽ പോലും ഈ ഗവൺമെന്റ് എടുത്ത നയസമീപനം പ്രകൃതി സമ്പത്തിന്റെ കാര്യത്തിൽ എന്തായിരുന്നു എന്ന് വ്യക്തമായ ഘട്ടമാണ്. നിരവധി ഞാൻ പറയട്ടെ ഞാൻ അതിലേക്ക് വരാം. അപ്പൊ അത്തരത്തിൽ എണ്ണി പറയാനുണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷക്കാലത്തെ അവിഹിത നിയമനങ്ങളുടെ പിൻവാതിൽ നിയമനങ്ങളുടെ, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എണ്ണി പറയാം, അവരുടെ പേരുകൾ പറയാം, നിയമനം നടന്നത്. അതിന്റെ പേരിൽ മന്ത്രി രാജിവെച്ചു പോകേണ്ട ഗതികേടുണ്ടായ, മാർക്ക് ചോദിക്കുന്നവര് ജയിക്കാനുള്ള മാർക്ക് കൂട്ടിക്കൊടുത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെല്ലാം നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനെ ഇത്രമാത്രം ഒരു നോക്കുറ്റിയാക്കി മാറ്റിയ ഒരു കാലഘട്ടം വേറെയില്ല. അപ്പോ അതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഇത് മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ അധികാരത്തിന്റെ ഇടനാഴികളും കോറിഡോറുകളുമെല്ലാം ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും രാജ്യദ്രോഹികളുടെയും കേന്ദ്രമായി മാറി എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിയും കോടതികളും പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ കഥ ഉണ്ടായേ ആ പുതിയ കഥ ഉണ്ടാക്കാനുള്ള തീവ്രമായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി ഒരു സംശയം വേണ്ട. ഈ കഥകൾ മെനഞ്ഞ് ഏറ്റവും വലിയൊരു സംഭവം വെച്ചാൽ, അതായത് ഷുക്കൂർ ബായിയെ പോലെ തഴക്കവും പഴക്കവും ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനോട് ഞാൻ നൽകിയ ഒരു വിവരം അദ്ദേഹം വിശ്വസിക്കണമെന്ന് എനിക്ക് ചടിക്കാൻ പറ്റില്ല. എനിക്ക് പറയാം, അഭ്യർത്ഥിക്കാം. പക്ഷേ ജേക്കബ് ജോർജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വിലപ്പെട്ട വിവരം നമ്മൾ നൽകുന്നു. 2, എൻ്റെ ചോദ്യം ഇതാണ്,
ഇത്തരത്തിലുള്ള വിലപ്പെട്ട വിവരങ്ങളല്ലേ ഒരുപക്ഷെ ജനങ്ങൾ അറിയേണ്ടത്? അതെ അതെ, ബ്രിട്ടാസെ, ഷുക്കൂർ പറഞ്ഞത് ഒരു രാഷ്ട്രീയക്കാരൻ തീർച്ചയായിട്ടും അതേ പറയാവൂ. കോൺഗ്രസ്സുകാരൻ്റെ നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ അങ്ങനെയൊന്നും പറയുകയില്ല. പക്ഷേ ഉത്തരവാദിത്തമുള്ള ഒരു കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഞാൻ ഉദ്ദേശിച്ച പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് അതാണ്. അത് കറക്റ്റാണ്. അതെ, അത് കറക്റ്റാണ്, ഒന്നും കുഴപ്പമില്ല. ആ നിലപാട് അതാണ് നിലപാട്. അതെ, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം പറയുക തന്നെ വേണം. ഷുക്കൂർ പറയുന്നത് യാതൊരു തെറ്റുമില്ല. അദ്ദേഹം സ്റ്റോറി എന്ന് പറയുന്നത് ഇത് ഒരു കഥ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പത്രക്കാർക്ക് ഇതൊക്കെ ഒരു സ്റ്റോറിയാണ്. അതിനകത്ത് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്, അതിനകത്ത് മായം ചേർക്കുന്നുണ്ടോ എന്നുള്ളതാണ് സമൂഹം അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം പരിശോധനയ്ക്ക് 70 ലക്ഷം രൂപ സന്ദീപ് നായരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു എന്ന് ഞാൻ പറയുമ്പോൾ അതൊക്കെ പകൽ പോലെ വ്യക്തമല്ലേ? അതെ, അത് വ്യക്തമാണ്. എനിക്കത് യാതൊരു സംശയമില്ല. ഇനി അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ശിവൻകുട്ടിയോ ഷുക്കൂറോ പറയാ ഏത് ബാങ്കിലേക്ക് കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറ, അപ്പോൾ ഞാൻ ബാക്കി പറഞ്ഞുതരാം. അത് സമ്മതിക്കുന്നു ബ്രിട്ടാസ്. ഞാൻ പക്ഷേ ഇതിനകത്തൊരു എൻ്റെതായ ഒരു ഹോംവർക്ക് ഇപ്പം നടത്തിക്കൊണ്ടിരുന്നത് ഇതെങ്ങനെ ബ്രിട്ടാസിന് കിട്ടി എന്നുള്ളത്. എനിക്ക് ശിവൻകുട്ടി തന്നത് ഈ അന്വേഷണ ഏജൻസി മുഴുവൻ ശിവൻകുട്ടിയുടെ കയ്യിലല്ലേ? എനിക്ക് ശിവൻകുട്ടിയോടൊരു സൗഹൃദം ഇല്ലേ? അത് നിങ്ങളത് നിഷേധിക്കണേ. ശിവൻകുട്ടിയുടെ പത്രത്തിന് ശിവൻകുട്ടി ഇപ്പോൾ ഈ വിവരം കേട്ടിട്ട് ഞെട്ടിന്നൊക്കെ പറഞ്ഞ വെറുതെ അഭിനയിക്കുന്നതാണ്. ഞാൻ ശിവൻകുട്ടിയുടെ അടുത്ത് മേടിച്ചല്ലേ ഇത്? എനിക്കൊരു ശിവൻകുട്ടിക്ക് അറിയാലോ. എനിക്ക് നേരത്തെ ഡോക്ടർ ഐസക്കും പറഞ്ഞു ഇത് എങ്ങോട്ടാ പോകുന്നത്, ഗവൺമെൻറ് ഒരു കുലുക്കുമില്ല. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഞാൻ NIAയുടെയും എൻഫോഴ്സ്മെൻറ്റിൻ്റെയും കാര്യം നേരത്തെ സൂചിപ്പിച്ചു. എനിക്ക് അവിടെ തന്നെയാണ് പ്രധാനമായ സംശയം. നമ്മളും ഒന്ന് നോക്കണമല്ലോ, ഇത് എവിടെ നിന്ന് കിട്ടി ഈ പാർട്ടിക്ക് എന്ന് അന്വേഷിക്കണമല്ലോ. എനിക്കൊരു മൂന്നാമതൊരു സംശയം, കേരളത്തിലെ ഇത് കഥയാണോ അല്ല വാർത്തയല്ലേ? എൻ്റെ ഒരു അനാലിസിസ് ആണ്. ഇതെങ്ങനെ അതല്ല ചോദിച്ചത്, ഞാൻ നൽകിയ വിവരം 100% വിശ്വസിക്കുന്നു. അതിന് യാതൊരു കള്ളത്തരമില്ല, അതിനകത്ത് കള്ളത്തരമില്ല, അതിനകത്ത് കൂട്ടിച്ചേർക്കലില്ല, മായം ചേർക്കലില്ല, വെള്ളം ചേർക്കലില്ല, യാതൊരു സംശയമില്ല. ഇത് നല്ല ഒന്നാന്തരം കഥ തന്നെ, സ്റ്റോറി തന്നെയാണ്, ന്യൂസ് സ്റ്റോറി തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് നാളെ നമുക്ക് ഒന്നും കൂടെ ഞാനും എൻ്റെതായ ഒരു അന്വേഷണം നടത്തണമല്ലോ. അത് നാളെ നമുക്ക് വൈകുന്നേരം നമുക്ക് കാണാം, അത് കാര്യം വേറെ. പക്ഷേ എനിക്ക് തോന്നുന്നു കേരള പോലീസ് ഉണ്ടല്ലോ, ശക്തമായ സംവിധാനങ്ങളുള്ള, ശക്തമായ സ്വന്തം ബുദ്ധിയുള്ള ഒരു സേനയാണ് നമ്മുടെ കേരള പോലീസ്. കേരള പോലീസിന് ശക്തമായ ഒരു ഇൻ്റലിജൻസ് വിഭാഗമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർക്ക് വന്ന ഏക വീഴ്ച നമ്മുടെ ശിവശങ്കറിൻ്റെ മറ്റ് വഴികളെക്കുറിച്ച്, ഇടവഴികളെക്കുറിച്ച് അവർ അന്വേഷിച്ചില്ല, അന്വേഷിച്ച കാര്യങ്ങൾ കണ്ടില്ല. ബാക്കി കാര്യങ്ങളെല്ലാം അവർ ഇതാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ ഐസക് പറഞ്ഞ വാചകങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ, അതും കൂടെ നമ്മൾ വെച്ച് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തിലെ ഇൻ്റലിജൻസ് വിഭാഗം വ്യക്തമായൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട്, ഇതിൽ പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, വ്യക്തമായി. ഞാൻ ശിവൻകുട്ടിയിലേക്ക് കൈമാറാം. ശിവൻകുട്ടി എന്തായാലും ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും NIAയുടെയും കയ്യിൽ കിട്ടിയ വിവരമായതുകൊണ്ട് തന്നെ ശിവൻകുട്ടി ഈ വാർത്ത തെറ്റാണെന്ന് ഷുക്കൂറിനെ പോലെ പറയില്ല. അതെനിക്ക് 100% ഉറപ്പുണ്ട്. അത് മാത്രമല്ല, ശിവൻകുട്ടിക്ക് ഞാൻ ഒന്നുമില്ലാതെ ഞാനിത് പറയില്ല എന്ന് ശിവൻകുട്ടിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ശിവൻകുട്ടി ഇപ്പോൾ ഞെട്ടിത്തെറിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ശിവൻകുട്ടിക്ക് ഒരു ഫോൺ കോൾ വിളിച്ചാൽ കിട്ടുന്ന ഇൻഫർമേഷനാണിത്. ഞാൻ വെറുതെ പറഞ്ഞല്ല, ശിവൻകുട്ടിനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനോ ഓവർ സ്റ്റേറ്റ് ചെയ്യാനല്ല, കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. പറയൂ ശിവൻകുട്ടി. അല്ല, ഞാൻ ഈ ബഹുമാനനായിട്ടുള്ള മന്ത്രി അദ്ദേഹം ശരിക്കും ജനങ്ങളെ എനിക്ക് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ളൊരു ശ്രമമാണ് ഈ ചർച്ചയിലൂടെ നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു ബി ജെ പിക്ക് ഇതെന്ത് പറയാനുള്ള അവകാശമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം തന്നെ. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് വളരെ വ്യക്തമായി പറയുകയാണ്, ഞങ്ങൾ തുടക്കം മുതൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, ശിവശങ്കരൻ ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറയുമ്പോൾ അന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സുരേന്ദ്രന്, നമ്മുടെ ബഹുമാനനായ BJP സംസ്ഥാന അധ്യക്ഷന് ഒരു നല്ല നാവുണ്ടെന്ന് കരുതി എന്തും പറയാമെന്ന് വിചാരിക്കേണ്ട എന്നാണ്. പിറ്റേ ദിവസം ഉപയോഗിച്ചത് കസ്റ്റംസിനെ വിളിച്ചു എന്നുള്ള ആരോപണത്തിന് മുൻനിർത്തിയാണോ? അതിന്റെ പിറ്റേ ദിവസം മന്ത്രി ശിവശങ്കർ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് സസ്പെൻഡ്. ഞാൻ ചോദിക്കട്ടെ, ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന്
ധനമന്ത്രി പറഞ്ഞില്ല, മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, സമയം കഴിയാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചു, ഈ പണം എവിടെ നിന്നാണ് വരുന്നത്, ഈ പണം ഏത് ബാങ്ക് വഴിയാണ് കൊടുക്കുന്നത്, ഈ പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ്, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത എന്തുകൊണ്ടാണ് ധനമന്ത്രിക്ക് പറയാൻ കഴിയാതെ പോകുന്നത്? ഞാൻ പറഞ്ഞോട്ടെ, ഇതിൽ ഞങ്ങൾ വളരെ വ്യക്തമായി ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറി. അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത് മാത്രമല്ല, ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ സംശയമാണ്. ഇക്കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. അദ്ദേഹം ചർച്ച വേറൊരു വഴിക്കെതിരെ, അദ്ദേഹം വികസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ എല്ലാം ശരിയാവും, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൂടെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ പറഞ്ഞെന്താണ്, എല്ലാം ശരിയാവും എന്നാണ് മുദ്രാവാക്യം. ഇതാണോ ശരിയായത്? ഇതാണോ മന്ത്രിക്ക് പറയാനുള്ള, ഇതാണോ ശരിയായത്? സമയമില്ല, ഒറ്റ പോയിന്റ് കൂടെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം LDF വരുമ്പോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ പറഞ്ഞു, ടോയ്ലറ്റുകളെ കുറിച്ച് പറഞ്ഞു, ശുചീകരണത്തെ കുറിച്ച് പറഞ്ഞു, വിദ്യാഭ്യാസത്തെ കുറിച്ച്. ഞാൻ ചോട്ടെ, എന്തുകൊണ്ട് അദ്ദേഹം പറയാൻ മടിക്കുന്നു? ഇവിടെ തൊഴില് പിൻവാതിൽ നിയമനത്തെ സംബന്ധിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞില്ലല്ലോ. ഞാൻ ലൈഫിനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. പിൻവാതിൽ നിയമനത്തെ കുറിച്ച് അദ്ദേഹം മറുപടി ഈ സർക്കാരിന് ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ശരി, ശിവൻകുട്ടി, നിങ്ങളുടെ ഇരിക്കുന്ന BJPയിലെ സർക്കാരിൻ്റെ കീഴിൽ നിങ്ങൾ തൊഴിൽ വെട്ടിക്കുറയ്ക്കുകയല്ലേ? കേന്ദ്ര സർക്കാർ ജീവനക്കാർ മുഴുവൻ പൊതുമേഖലയിലെ തൊഴിലാളികൾ പിരിച്ചുവിടുകയില്ലേ നിങ്ങൾ? BSNL തൊഴിലാളികൾ മുഴുവൻ രാജ്യദ്രോഹികൾ പിരിച്ചുവിടുമെന്ന് പറയല്ലേ? നിങ്ങളാ വരുന്ന ഇവിടെ ഞങ്ങളെന്തോ ചെയ്യണമെന്ന് പറയുന്നത്. UDFൻ്റെ കാലത്ത് സൃഷ്ടിച്ചതിൻ്റെ ഇരട്ടി തൊഴിലവസരങ്ങൾ, തസ്തികകൾ ഈ സർക്കാർ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. UDFൻ്റെക്കാൾ എത്രയോ കൂടുതൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. തൊഴിലില്ലായ്മ പരിഹരിച്ചിട്ടില്ലെന്നല്ല പറയണ, ഇല്ല പരിഹരിച്ചിട്ടില്ല, കുറച്ചുകൂടി ശരിയാവുന്നുണ്ട്. അതേന്ന് കുറച്ചുകൂടി ശരിയാവുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പോണേ, ഇത്രയും ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്, ഇന്നിൻ്റെ കാര്യവും കൂടി ഉണ്ട്. പണി തുടങ്ങിയിട്ടുള്ളൂ. LDF വന്നു, ഇനിയും കുറച്ചുകൂടി ശരിയാകാനുണ്ട്. അതല്ല ഡോക്ടർ ഐസക് ഉദ്ദേശിച്ച്? അത് ശരിയാക്കും. പിന്നെ അതാണ് ഡോക്ടർ ഐസക്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ലൈഫിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ വിരാമം കുറിക്കുന്നില്ല. വരും ദിവസങ്ങളിലും എനിക്ക് ഷുക്കൂർ ഭായിയെ വേണം, ശിവൻകുട്ടിയെ വേണം, ജേക്കബ് ജോർജിനെ വേണം, ഡോക്ടർ ഐസക്കിനെ വേണം. തൽക്കാലത്തേക്ക് ഞങ്ങൾ പിന്മാറുന്നു. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി.